സൗത്ത് ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് സൈറ്റിങ്സിന് ഏറ്റവും സാധ്യത കൂടുതലുള്ള 4 സഫാരീസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ അല്ല, നമ്മൾ മുൻപ് ചെയ്ത പല വീഡിയോസ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നാഗർഹോളയിലോ ബന്ദിപ്പൂരോ അതുപോലെ മുതുമലയിലോ ഒക്കെ സഫാരി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതാണ് ഏറ്റവും ബെസ്റ്റ്, എവിടെയാണ് ഞാൻ പോകേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആട്ടോ ഇത്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ പൊതുവേ കിട്ടാറുള്ള സൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ആനയും കാട്ടുപോത്തും കരടിയും കടുവയും പുലിയും വൈൽഡ് ഡോഗ്സും അതുപോലെ മാനും മ്ലാവും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാട്ടോ ഞാൻ ഈ പറഞ്ഞ 4 സഫാരികളിൽ നമുക്ക് പൊതുവേ കിട്ടാറുള്ള സൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ. അതുകൂടാതെ ഒരുപാട് ബേഡ്സും ഉണ്ട്, കഴുകനും പരുന്തും ഒക്കെ അടക്കമുള്ള ഒരുപാട് പക്ഷികളെ നമുക്ക് ഈ സഫാരികളിലൊക്കെ കാണാൻ പറ്റുമേ. ഇതുപോലെ കാടും വന്യമൃഗങ്ങളും കാടിനകത്തെ താമസവും സഫാരിയും ട്രെക്കിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ തുടർന്ന് കാണുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ബന്ദിപ്പൂരാണ് കേട്ടോ ഉള്ളത്. ബന്ദിപ്പൂർ JLRലാണ്. ബന്ദിപ്പൂർ സഫാരി ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് JLRൻ്റെ ഒരു സ്റ്റേയും 2 സഫാരിയും ഉണ്ട് കേട്ടോ. രാവിലെ 6 മണിക്കും അതുപോലെ ഉച്ച കഴിഞ്ഞ് 3 മണിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള 2 സഫാരിയാണ് JLRൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് രണ്ടും ജിപ്സി സഫാരി തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സഫാരി തന്നെ 3 മണിക്കൂറോളം സമയമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. രാവിലെ നേരം വെളുക്കുന്നതിന് മുന്നേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോടമഞ്ഞ് കയറി കിടപ്പുണ്ട് കാട്ടിൽ. അതുപോലെ കാട് ഭയങ്കര ഡ്രൈവാണ്. അയ്യവ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ് തന്നെ ഒരു ലെപ്പേർഡാണ്. ഒമ്പോ നമ്മുടെ സഫാരി ജീപ്പ് വരുന്ന കണ്ടിട്ടും ഒരു പേടിയില്ലാതെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് റോഡിൽ കൂടെ പോകുന്ന പോക്ക് കണ്ടോ. അതും കോടമഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പുലി നടന്നു പോകുന്നു. അമ്പോ, ഹെവി കേട്ടോ, ഒന്നും പറയാനില്ല. കടുവകളെയൊക്കെ പോലെ തന്നെ ഒറ്റയ്ക്ക് നടക്കുകയും ഒറ്റയ്ക്ക് ജീവിക്കുകയും അതുപോലെ ഒറ്റയ്ക്ക് ഇരതേടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് നമ്മുടെ പുള്ളിപ്പുലികളും. അപ്പോൾ ബിഗ് ക്യാറ്റ് ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞന്മാരാട്ടോ ഇവർ. കുഞ്ഞനാണെന്ന് വിചാരിച്ചിട്ട് ഒട്ടും മോശക്കാരനാണെന്ന് വിചാരിക്കേണ്ട. പിടിക്കുന്ന ഇരകളെ, അതും ശരീരഭാരത്തിൻ്റെ ഇരട്ടിയോളമൊക്കെ വലിപ്പമുള്ള ഇരകളെ വലിച്ച് മരത്തിൽ കയറ്റിയിട്ട് അവിടെ തൂക്കിയിട്ടിട്ട് പതിയെ കഴിക്കുന്ന ഒരു സ്വഭാവം കേട്ടോ ഇവർക്കുള്ളത്. അതിന് പ്രത്യേക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടുവയോ അല്ലെങ്കിൽ പിന്നെ മറ്റ് കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ്, കാട്ടുപട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവയുടെ ഇരയെ മോഷിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മരത്തിന് മേളിൽ കൊണ്ട് വെച്ചിട്ട് കഴിക്കുന്നത്. പൊതുവെ കിട്ടുന്ന എന്തിനേയും പിടിച്ച് തിന്നുമെങ്കിലും ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഇര എന്ന് പറയുന്നത് നമ്മുടെ പാവം പിടിച്ച മാനുകളും അതുപോലെ മ്ലാവുകളും പിന്നെ ഈ പറഞ്ഞ പോലെ ലങ്കൂറുകളും ഒക്കെ ആട്ടോ. പുലികളുടെ എണ്ണത്തിൽ മധ്യപ്രദേശിൻ്റെയും മഹാരാഷ്ട്രയുടെയും പുറകിലായിട്ട് 3-ാം സ്ഥാനമാണ് കർണാടകയ്ക്കുള്ളത്. അതുപോലെ 4-ാം സ്ഥാനത്ത് തമിഴ്നാടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ബന്ദിപ്പൂരും കബനിയിലും ഒക്കെ പുലിയുടെ സൈറ്റിങ്സിന് സാധ്യത കൂടുതലുള്ളത്. അങ്ങനെ പതിവിന് വിപരീതമായിട്ട് ഒരുപാട് നേരം നമ്മളുടെ ഫ്രണ്ടിൽ കൂടെ നടന്ന ശേഷം ഒടുവിൽ റോഡ് ക്രോസ് ചെയ്ത് നമ്മളെ ഒന്ന് നോക്കിയിട്ട് പതിയെ കാട്ടിലോട്ട് കയറിപ്പോയി കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷമായി. കാരണം പുലിനെ ഇത്രയും നാളും നമുക്ക് അധികം നേരം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അറ്റ് എ ഗ്ലാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളേ. ലെപ്പേഡിനെ കണ്ട് കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും വണ്ടികളെല്ലാം പാഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് ജസ്റ്റ് കാട്ടിലോട്ട് കയറിപ്പോയി. അങ്ങനെ കണ്ണും ക്യാമറയും നിറയെ പുലിയും കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോരും കേട്ടോ. പുലി കാട്ടിൽ കയറി പോയ ശേഷം വന്ന വണ്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുറ്റിക്കാട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ കാണാമല്ലോ. സ്പോട്ട് ബിൽ ഡക്ക് അല്ലെങ്കിൽ പുള്ളിച്ചുണ്ടൻ താറാവെന്ന് മലയാളത്തിൽ പറയപ്പെടും. പക്ഷേ സാധാരണ താറാവാണെങ്കിലേ എന്നെ രസമെന്ന് നോക്കിയേ കാണാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൽ മുങ്ങി തപ്പി മീനെ പിടിച്ച് കഴിക്കുകയാണെന്ന് തോന്നുന്നേ. അപ്പോൾ ഇതിനെ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെയാണ് സ്പോട്ട് ബിൽ ഡക്ക് എന്ന് പറയാൻ കാരണം അതിൻ്റെ ആ ചുണ്ടിൻ്റെ അല്ലെങ്കിൽ കൊക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് റെഡ് നിറത്തിൽ കാണുന്ന ആ ഒരു ഇതുണ്ടോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ തിരിച്ചറിയുന്നത്. JLRൻ്റെ 2 സഫാരി നമുക്കുള്ളതിൽ രാവിലത്തെ സഫാരിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഉച്ച കഴിഞ്ഞത്തെ സഫാരി ഇന്നലെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ എടുത്തു. അപ്പോൾ അതിൻ്റെ കുറേ കിടലും കാഴ്ചകൾ, ടൈഗർ സൈറ്റിങ്ങും ടൈഗർ അറ്റാക്കും അങ്ങനെയുള്ളതൊക്കെ പുറകെ വരുന്നുണ്ടേ. വൂളി നെക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീക്കൊക്കെ ഒന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഈ സാധനം കാട്ടിലുള്ള ചതുപ്പ് നിലങ്ങളിലോ അല്ലെങ്കിൽ നാട്ടിലെ കൃഷിയിടങ്ങളിലൊക്കെ കാണപ്പെടാറുണ്ട്. ഇതേ ഒരു മാന്, നമ്മുടെ ബന്ദിപ്പൂർ വനങ്ങളിൽ മാനിനെ കാണാൻ വേണ്ടിയിട്ട് സഫാരി ഒന്നും എടുക്കേണ്ട, റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതേ സഫാരി വണ്ടിയെ നോക്കി നിൽക്കുന്നുണ്ടോ. സഫാരി വണ്ടിയൊക്കെ ആയിട്ട് പരിചയമായ മാനും മറ്റു ആനിമൽസും ഒക്കെ ആണ് ഇവിടെയുള്ളത്. നമ്മൾ മുമ്പേ പുലിയെ കണ്ടപ്പോഴാണെങ്കിലും പേടിയൊന്നും കൂടാതെ നിൽക്കുന്നതൊക്കെ കണ്ടില്ലായിരുന്നോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇപ്പം ഭയങ്കര രൂക്ഷമാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പലരും വീഡിയോയിലൊക്കെ വന്ന് കമൻറ്റ് ഇടാറുണ്ട്. നമ്മൾ കാട്ടിൽ കയറുന്നതുകൊണ്ടാണ്, ടൂറിസം കാട്ടിൽ കൊടുക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ. കാട്ടിൽ വെറുതെ കയറുന്നത് കൊണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിളായിട്ട് കാട്ടിൽ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടോ കൺട്രോൾഡ് എക്കോ ടൂറിസം കൊണ്ടോ ഒന്നുമല്ല ഈ ആനിമൽസൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് കേട്ടോ. ആനിമൽസ് കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്ന കുറച്ച് കാരണങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കാടിനകത്ത് ചൂട് കൂടുന്നത്, കാട്ടിലെ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത, പ്രത്യേകിച്ച് ഈ ഇൻവേസീവ് സ്പീഷ്യസ് നമ്മുടെ അതിന്
അധിനിവേശ സസ്യങ്ങളുടെയൊക്കെ ധാരാളിത്തം. കാടിനകത്തൊക്കെ ഇപ്പം നിറയെ അധിനിവേശ സസ്യങ്ങളാണ്. നമ്മൾ പിന്നെ ENFൻ്റെ നേതൃത്വത്തിൽ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ പോയിട്ട് ഇത് പറിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതുപോലെ കാടിനകത്തൊക്കെ നിറയെ ഇതാണ്. അപ്പം തീറ്റ സ്വാഭാവികമായിട്ടും കുറയും. നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കുറയും. കാരണം ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലെങ്കിലും വേറെ ഒന്നും വരത്തില്ല. വേണ്ടിയിരിക്കുന്ന ഒരു പൈഡ് ബുഷ് ചാറ്റ് നമ്മുടെ മുന്നേ പറഞ്ഞ ഇൻവാസീവ് സ്പീഷീസിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ പുറത്തായിരിക്കുന്നത് കേട്ടോ. സാധാരണ കുറ്റിക്കാടുകളിലും അതുപോലെ പുൽമേടുകളിലൊക്കെയാണ് ഇതിനെ കാണുന്നത്. ഇതുപോലത്തെ ചെറിയ കൽക്കെട്ടുകളിലോ പൊത്തുകളിലോ ഒക്കെയാണ് ഇത് കൂടുണ്ടാക്കുന്നത് കേട്ടോ. ചെറിയൊരു പക്ഷിയാണ്. മലയാളത്തിൽ ചുറ്റീന്തൽ കിളി എന്നും അറിയപ്പെടും. പ്ലം ഹെഡഡ് പാരക്കീറ്റ്. അപ്പോൾ പ്ലം ഹെഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിരിപ്പുണ്ട്. ഇത് ഫീമെയിലാണ്. ഫീമെയിലിന് ഇതുപോലെ ഗ്രേ ഹെഡാണ് വരുന്നത്. ഇതുണ്ടോ, ഇതാണ് ആക്ച്വലി പ്ലം ഹെഡഡ് പാരക്കീറ്റ്. അപ്പോൾ രണ്ടിനെ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ പൂം തത്ത എന്നറിയപ്പെടും. ബ്രാഹ്മണി സ്റ്റാർലിംഗ് അല്ലെങ്കിൽ ബ്രാഹ്മണി മൈന എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ സുന്ദരം പക്ഷിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് കേൾക്കണോ? കരിന്തലച്ചി കാളി. എന്നെ ഒരു കഷ്ടമല്ലേ, ഇത്രയും സുന്ദരം പക്ഷിനെ വിളിക്കാവുന്ന പേരാണോ അത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാട് മൊത്തത്തിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയാണെങ്കിലും എല്ലാ തരത്തിലുള്ള ആനിമൽസും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സഫാരി നല്ല രസകരമാണ്. പോരാത്തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന നല്ല പൂക്കളുള്ള മരങ്ങളിലൊക്കെ നിറയെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സഫാരി ഒട്ടും ബോറിംഗ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ആകെ ഒരു പ്രശ്നം ഇത് ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. അപ്പം ക്യാമറയും അല്ലെങ്കിൽ നമ്മുടെ ഫേസും ഒക്കെ കവർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ മുഴുവൻ പൊടിയിൽ കുളിക്കും. ടൈഗർ സെറ്റിംഗ് ഉണ്ടെന്ന് കയറിയിട്ട് പാഞ്ഞു കെട്ടി വന്നപ്പോഴത്തേക്കും റോഡ് ക്രോസിംഗ് കഴിഞ്ഞു. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ, മുന്നിലത്തെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ റോഡ് ക്രോസ് ചെയ്തങ്ങ് പോയേ. മൂർക്കരെ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈഗ്രസ് ആണ്. അപ്പോൾ ഇതിന് കബ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം തീരെ ചെറിയ കുട്ടികളുള്ളതുകൊണ്ടായിരിക്കണം റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് കുറ്റിക്കാട്ടിലോട്ട് കയറിപ്പോയി അവിടെ അങ്ങ് നിൽക്കാതെ. അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ കബ്സിനെ അങ്ങനെ പുറത്തേക്ക് കാണാറില്ലെന്നാണ് പറഞ്ഞത്. പേടിയായിരിക്കും തീരെ ചെറുതായിരിക്കുമ്പോഴത്തേക്കും. കുറച്ച് വലുതാവണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. ഓക്കെ, ടൈഗറിനെ കണ്ടപ്പോഴത്തേക്കും വണ്ടികളെല്ലാം എത്തിയിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് അത് കാട്ടിലോട്ട് കയറിപ്പോയി കേട്ടോ. നമുക്കാണെങ്കിലും കയറി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാട്ടിലെ കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഏതായാലും രാവിലെ ലെപ്പേഡിനെ നല്ല വൃത്തിയായിട്ട് കിട്ടി. പുറകെ വന്ന വണ്ടികളൊക്കെ വന്നപ്പോഴത്തേക്കും അത് കാട്ടിൽ കയറിപ്പോയി. എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നപ്പോഴത്തേക്കും കടുവ കാട്ടിൽ കയറിപ്പോയി. പക്ഷെ നമുക്ക് കാണാനെങ്കിലും കിട്ടി. നമ്മുടെ പുറകെ വന്ന വണ്ടികൾ കണ്ടും കൂടിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ലക്കെന്നോ അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, ഒരു സമയം എന്നോ ഒക്കെ വിളിക്കാം കേട്ടോ. ചിലപ്പോൾ കിട്ടും, അത്രയേ ഉള്ളൂ. സ്പോട്ടഡ് ഡിയേഴ്സ്, ഒരു കൂട്ടം പുള്ളിമാനുകൾ. അപ്പോൾ ഇതിനെ ഇതുപോലത്തെ നല്ല ഫ്രെയിമിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഒരുപാട് കാണാറുള്ളതാണെങ്കിലും ഇതിപ്പം ഇതിൻ്റെ വെൽവെറ്റ് ആൻലറിലേക്ക് പുറകിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ടോ. വെൽവെറ്റ് ആൻലർ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന പുതുതായിട്ട് മുളച്ചു വരുന്ന കൊമ്പുകളെയാണ് കേട്ടോ വെൽവെറ്റ് ആൻലർ എന്ന് പറയുന്നത്. എല്ലാ വർഷവും മാനുകളുടെ കൊമ്പ് പൊഴിഞ്ഞു പോകും, എന്നിട്ട് പുതിയത് കിളുത്ത് വരും. അപ്പം പുതിയത് പഴയതിനെക്കാട്ടിലും വലിയ സ്ട്രോങ് ആയിട്ടുള്ള കൊമ്പുകളായിരിക്കും വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ പുള്ളിമാനുകളെ തന്നെ ചിത്തൽ ഡിയർ അല്ലെങ്കിൽ ആക്സിസ് ഡിയർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ കാട്ടിലുടനീളം ഇതുപോലെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് കൺട്രോൾഡ് ഫയർ നടത്തിയിട്ടേക്കുന്നതാണ്. വേനൽക്കാലം ആയതുകൊണ്ട് കാട്ടുതീ പെട്ടെന്ന് പടരാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകൂട്ടി കത്തിച്ചിട്ടേക്കുന്നതാണ് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പെയിൻറ്റഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ വർണ്ണക്കൊക്ക് എന്ന് പറയും. ആ പേരിന് കാരണം തന്നെ ഇതുണ്ടോ, പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെയല്ലേ അതിൻ്റെ ബോഡിയും. തലയിലാണെങ്കിൽ ഓറഞ്ച് കളറ്, കാലയിൽ കട്ടി പിങ്ക് കളറ്, അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള ശരീരത്തിൽ ഉണ്ടോ നല്ല കട്ടി നിറത്തിലുള്ള പിങ്ക് കളറും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പെയിൻറ്റഡ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ചുണ്ടാണെങ്കിൽ നീണ്ടിട്ട് വളഞ്ഞിരിക്കുന്നുണ്ടോ ഐബിസിൻ്റെ ഒക്കെ പോലെ. മീൻ തന്നെയാണ് കേട്ടോ ഇവരുടെ പ്രധാന ഭക്ഷണം. ഇതുപോലെ ആഴം കുറഞ്ഞ ജലാശയങ്ങളിലൂടെയൊക്കെ ഇറങ്ങി നടന്ന് കൊക്കിട്ട് വെള്ളത്തിനടിയിൽ കൂടെ തപ്പി മീനെ പിടിച്ച് കഴിക്കുകയാണ് ഇവർ പൊതുവെ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതിലേക്ക് പോകുമ്പം കാട്ടിൽ കൂടെ പോകാമെന്ന് പറയത്തില്ല, പകരം മരുഭൂമി കൂടെ പോകുന്ന പോലെയേ തോന്നുള്ളേ. മൊത്തം കരിഞ്ഞുണങ്ങി നല്ല ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. അതേസമയം നമ്മുടെ സഫാരി ആണെങ്കിൽ ഇഷ്ടംപോലെ ആനിമൽ സൈറ്റിങ്സ് ഉള്ളതുകൊണ്ട് ഒട്ടും ഡ്രൈ അല്ല, നല്ല കളർഫുള്ളാണ്. മരുഭൂമിയിലെ മരുപ്പച്ച പോലെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെറിയ പച്ച തുരുത്തുകളിൽ പുള്ളിമാനുകൾ മേഞ്ഞ് നടപ്പണ്ടേ. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ കട്ട ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ഉണക്കപ്പുല്ലും തിന്നുന്ന കാണാം. യൂറേഷ്യൻ ഹൂപ്പു, മലയാളത്തിൽ ഉപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന ഒരു കിളിയാണ്. പേര് നല്ല രസമല്ലേ, ഉപ്പൂപ്പൻ. ഏതായാലും നിലത്തൂടെ നടന്ന് ഇതുപോലെ നീളമുള്ള കൊക്കും കൊണ്ട് ചെറിയ ഇൻസെക്ട്സിനെയൊക്കെ കൊത്തി തിന്നുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. പക്ഷേ ഈ കരിഞ്ഞ ചാരത്തിനകത്ത് ഇതെന്താ തിന്നുന്നതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ലേ. അപ്പോൾ പറക്കുന്ന സമയത്ത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ മരം കൊത്തിയെ പോലെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ ഈ കൊക്ക് വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. ഇത്രയും മെലിഞ്ഞ നീളത്തിലുള്ള കൊക്കാണ് ഇതിൻ്റേത്. എത്രയൊക്കെ ഡ്രൈ ആണെന്ന് പറഞ്ഞാലും മരങ്ങളുള്ള ഭാഗത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട്. മിക്ക മരങ്ങളും ഇലപൊഴിച്ച് നിൽക്കുകയാണ്, എന്നാൽ പോലും മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇതേ ഇരിക്കുന്നു കോടമഞ്ഞിൽ കുരങ്ങൻ. വെറും കുരങ്ങനല്ല, ഹനുമാൻ ലങ്കൂർ. നമ്മൾ മാനുകളെ കാണുന്ന പോലെ തന്നെ ഈ കാട്ടിൽ ഇഷ്ടം പോലെ കാണാൻ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഹനുമാൻ ലങ്കൂർ. അതും ഈ ഭാഗത്തൊക്കെ നിലത്ത് വന്നിരിപ്പുണ്ടേ. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുരങ്ങൻ കുഞ്ഞിനെ നോക്കിയാൽ എന്നെ രസമാണ്. ഭയങ്കര വികൃതിയാണ് കേട്ടോ. കുറേ നേരമായിട്ട് ആ തള്ളതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഒരു രക്ഷയില്ല, അവൻ ഇരിക്കുന്നില്ല, ചാടി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
അവൻ്റെ മുഖത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അന്യായ വികൃതിയാണ്. അതുകൊണ്ട് കഴുത്തിന് കുത്തി പിടിച്ചേക്കുന്നത്. ഒരു വകതിരിവില്ലാത്ത അനുസരണം കെട്ട കുരങ്ങൻ കുഞ്ഞ്. അവൻ്റെ ചേട്ടനാന്ന് തോന്നുന്നു താഴെ കിടന്ന് കളിക്കുന്നുണ്ട്. പുള്ളിയുടെ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് ഈ തുള്ളുന്നത് കേട്ടോ. ഇതേ വീണ്ടും ഒരു തത്ത, റോസ് റിങ്ഡ് പാരക്കീറ്റ് അല്ലെങ്കിൽ റിംഗ് നെക്ഡ് പാരക്കീറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന നാട്ടു തത്ത അല്ലെങ്കിൽ മോതിര തത്ത എന്ന് മലയാളത്തിൽ പറയുവേ, ആ സാധനമാണിത്. ഇതേ മുന്നേ കണ്ടതിൻ്റെ ബാക്കി ഇവിടെ നടക്കുന്നു. നോക്കി എന്നെ അലമ്പാന്ന കുട്ടിക്കുരങ്ങന്മാർ. അവൻ്റെ ചേട്ടനാന്ന് തോന്നേ കിടന്ന് കളിക്കണ. കുത്തി മറിയുന്നത് കണ്ടോ. തള്ള ഏതായാലും മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടോ. നമ്മുടെ നാഗർഹോളെ കബനി സഫാരിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബന്ദിപ്പൂർ സഫാരിയുടെ ഒരു അഡ്വാൻറ്റേജ് ഇവിടുത്തെ ക്യാമറ ഫീ കുറവാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 2 റേറ്റേ ഉള്ളൂ ക്യാമറയ്ക്ക്. 200 mm വരെ 175 രൂപയും പിന്നെ 200 mm മുകളിലോട്ട് എത്രയാണെങ്കിലും 800 രൂപ റേഞ്ചിൽ. സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് പെക്കർ, മലയാളത്തിൽ മഞ്ഞക്കാഞ്ചി മരംകൊത്തി എന്ന് പറയും. ഇത് 2 ഉണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൽ മുകളിൽ ഇരിപ്പുണ്ട്. ഇത് ഫീമെയിലാണ്. അപ്പോൾ അതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലിൻ്റെ തലയിൽ നല്ല റെഡ് കളറിലൊരു പാറ്റേൺ ഉണ്ട്. ഫീമെയിൽ ആണെങ്കിൽ തലയിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് അടയാളമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു വുഡ് പെക്കർ അല്ല. വുഡ് പെക്കർ ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ. അതിൽ അത്ര എളുപ്പത്തിൽ കിട്ടാത്ത ഒരെണ്ണമാണിത്. നമ്മുടെ നാഗർഹോളയിലെ പോലെ തന്നെ ബന്ദിപ്പൂർ കാടുകളിലും ഇതുപോലത്തെ കൃത്രിമ ജലാശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാട്ടിലെ വെള്ളമൊക്കെ പറ്റുമ്പോഴത്തേക്കും ആനിമൽസിന് വേനൽക്കാലത്തൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുളങ്ങളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാം. അതുപോലെ പല സ്ഥലത്തും സോളാർ പമ്പുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഉള്ള ജലാശയങ്ങളിലേക്കും അവിടെ നിന്നുമൊക്കെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വലിയ മാൻകൂട്ടമാണ്. നമ്മുടെ ബന്ദിപ്പൂർ JLR സഫാരിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണിത്. മാന്യമായിട്ട് എന്തിനെ കണ്ടാലും നമ്മൾ പറഞ്ഞാൽ മതി, അവർ നിർത്തിത്തരും. അതേസമയം നമ്മുടെ നാഗർഹോള അല്ലെങ്കിൽ ബന്ദിപ്പൂരിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഫാരിയിലൊക്കെ ഇത് അത്ര പോസിബിൾ അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സമയം കുറവാണ്, രണ്ടാമത് മാനുകളെ അവർ തീരെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ആനിമൽസിനെ ഒന്നും കണ്ടാൽ പൊതുവേ നിർത്തി തരാറില്ല. പക്ഷേ JLRൽ നമ്മൾ പറഞ്ഞ് എന്തിനെ കണ്ട് പറഞ്ഞാലും അവർ നിർത്തി തരുമേ. നമ്മൾ മുൻപേ കണ്ട റോസ് നെക്ഡ് പാരക്കിറ്റില്ലേ, അതിൻ്റെ മെയിലാണേ. അങ്ങനെ നമ്മുടെ കടുവയും പുലിയനെയൊക്കെ കിട്ടിയ മോർണിംഗ് സഫാരി ഏതാണ്ട് തീരാനായി. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിരിച്ച് JLRൽ ചെന്നിട്ട് ഞാൻ അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ നേരെ ഈവനിങ് സഫാരിയിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ സഫാരി കഴിഞ്ഞ് വന്ന് ഇറങ്ങി കേട്ടോ. കിടുക്കൻ സഫാരി. ഇത് നമ്മുടെ ഡ്രൈവർ രമേശൻ തന്നെയായിരുന്നു കേട്ടോ. പുള്ളി ഒരു രക്ഷയില്ലാത്ത സ്പോട്ടിംഗ് ആയിരുന്നു. അതുപോലെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം കേട്ടോ. ഇതാ കേട്ടോ നമ്മുടെ റൂം. ഡോൾ വൈൽഡ് ഡോഗ് എന്ന് പറയണ എല്ലാത്തിനും ഓരോ ആനിമൽസിൻ്റെ അല്ലെങ്കിൽ ബേഡ്സിൻ്റെ പേരാണ് കേട്ടോ. എന്താ നമുക്ക് നമ്മുടെ കിടക്കുന്നതിൻ്റെ തലയ്ക്കൽ സൈഡിൽ തന്നെ വൈൽഡ് ഡോഗ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് JLRൻ്റെ ബന്ദിപ്പൂർ സഫാരി ലോഡ്ജിലെ നമ്മുടെ റൂം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. JLR ബന്ദിപ്പൂർ സഫാരി ലോഡ്ജിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു 6-7 മാസം മുന്നേ. അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. മാനുകൾ എത്ര എണ്ണം നോക്കി, ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഓക്കെ സാർ. നമ്മൾ മാനുകളെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർക്ക് ഒരു കോൾ വന്ന് ലെപ്പേർഡ് സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ നാഗർഹോളയിലെ പോലെ തന്നെ ഇവിടുത്തെ ഡ്രൈവർമാരും ഫുള്ളി കണക്റ്റഡ് ആണ്. മാനുകളെല്ലാം അലേർട്ടാണ്. അപ്പുറത്തെ കുറ്റിക്കാട്ടിലോട്ട് നോക്കിയിട്ട് അലാം കോൾ കൊടുക്കുന്നുണ്ട്. അപ്പം മിക്കവാറും ഓപ്പോസിറ്റ് കാണുന്ന കുറ്റിക്കാട്ടിൽ പുലി ഉണ്ടാവും. ഞങ്ങളൊരു റൗണ്ട് നോക്കിയിട്ട് കണ്ടില്ല. ഈ കുറ്റിക്കാട്ടിൽ എവിടെയോ സാധനം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാനുകൾ കുറേ നേരമായിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് നല്ല ശക്തമായ അലാം കോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കാണാം. കാരണം എനിക്ക് തോന്നുന്നത് അത് അവിടുന്ന് പോയിട്ടുണ്ടാവും. കുറ്റിക്കാട്ടിൽ ചെറിയൊരു അനക്കം കണ്ടിരുന്നു. പക്ഷേ കാട് വളർന്നു നിൽക്കുന്ന ഭാഗത്തും കുറച്ച് അങ്ങോട്ടേക്ക് ഉള്ളിലോട്ടായിരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. കുറേ വണ്ടികൾ ആ സമയത്തേക്ക് വന്നിരുന്നു ഇവിടെ ലെപ്പേർഡ് സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും ഇതുണ്ടല്ലേ, മാനുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതുങ്ങളുടെ ആ ഒരു ജാഗ്രത കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന്. അതിനർത്ഥം അത് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത ശേഷം രക്ഷയില്ലാന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത സ്ഥലം പിടിക്കുവാണേ. നമുക്ക് ആ ലേക്കിൻ്റെ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. കാരണം വൈകുന്നേരം ആയതുകൊണ്ട് ആനിമൽസ് വല്ലതും വെള്ളം കുടിക്കാനൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
ലേക്കിൻ്റെ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കുറച്ച് മാനുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളേതായാലും ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ. സഫാരികളിലെല്ലാം പൊതുവേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ആനിമൽ സൈറ്റിങ്സിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അതുപോലെയുള്ള അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ തന്നെയല്ല, ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറങ്ങാനാകെ 82 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ. അപ്പോൾ 82 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് വലുതായിട്ട് കണക്കൂട്ടണ്ട. ഈ പാർക്കിൻ്റെ 10% താഴെ മാത്രം, ഈ ടൈഗർ റിസർവിൻ്റെ 10% താഴെ മാത്രമുള്ള സ്ഥലത്താണ് ഇതുപോലത്തെ എക്കോ ടൂറിസം ആക്ടിവിറ്റീസും സഫാരിയൊക്കെ നടക്കുന്നത്. നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലം തേടി പോവുകയാണ്. ഒരു കൂട്ടം കാട്ടുപോത്തുകളെ, ഇന്ത്യൻ വൈൽഡ് കവർ, അത്യാവശ്യം പച്ചപ്പുള്ള സ്ഥലത്ത് നിന്നെല്ലാം കൂടെ പുല്ല് മേഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ പൊതുവേ പച്ചപ്പ് കുറവായതുകൊണ്ടാണോ അതോ ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മുടെ പെരിയാറിലും പറമ്പിക്കുളത്തുമൊക്കെ കാണുന്ന അത്രയും കാട്ടുപോത്തുകളെ ഇവിടെ കാണാനില്ല കേട്ടോ. ഈ ഒരു സമ്മർ സീസൺ തുടങ്ങിയ പിന്നെ നമ്മുടെ JLRൻ്റെ സഫാരികളിൽ ഇഷ്ടം പോലെ സൈറ്റിങ്സ് ആണെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ പോരാതെ അവിടെ ലാസ്റ്റ് 10 സഫാരിയുടെ സൈറ്റിങ്സ് അവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ലെപ്പേഡ് അല്ലെങ്കിൽ ടൈഗർ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കിട്ടാത്ത ഒരേ ഒരു സഫാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 10 സഫാരിയിൽ. ആ ഒരു സഫാരിയിൽ വൈൽഡ് ഗൗറും എലിഫൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സഫാരികളിലും ഇവർക്ക് സൈറ്റിങ്സ് ഉണ്ടായിരുന്നേ. ഇത് വീണ്ടും ലെപ്പേഡിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. കുറച്ച് വണ്ടികൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് പുലിയെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നിമിഷ നേരം കൊണ്ട് ബാക്കി വണ്ടികളെല്ലാം പാഞ്ഞെത്തിയേ. ഏതോ ഒരു വണ്ടിക്കാർക്ക് ലെപ്പേഡിനെ സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കൂടെ വന്നേക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ അലാം കോൾ ഉണ്ട്. അതും ഗ്രേലങ്കൂറിൻ്റെ അലാം കോളാണ്. അതുകൊണ്ട് തന്നെ ലെപ്പേഡ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ കുറ്റിക്കാട്ടിലാണ് സാധനം ഉള്ളത് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് നോക്കി ഇരിപ്പാണ്. ഇത് ഒരു ആനക്കൂട്ടം നമ്മുടെ റോഡിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് കേട്ടോ ആനയുള്ളത്. റൈറ്റ് സൈഡിൽ മുകളിൽ എല്ലാവരും ലെപ്പേഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് റോഡിനോട് ചേർന്ന് താഴെ തന്നെ ആനക്കൂട്ടത്തെ കണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഇതുപോലെ ബിഗ് ക്യാറ്റ് സൈറ്റിങ്സിനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അവിടെ പോയി വെയിറ്റ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും അഡീഷണൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു എന്നാ പറയണ്ടേ വേറൊരു ഭാഗ്യമാണ് നമുക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയം വെറുതെ കളയാതെ ആനയോ അല്ലെങ്കിൽ ഇതുപോലത്തെ കിട്ടുന്ന സൈറ്റിങ്സ് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഇതേ റോഡിൻ്റെ ഇവിടെയാണ് മുകളിൽ ലെപ്പേഡ്. നല്ല രീതിയിൽ അലാം കോളും ഉണ്ട്. ഇതേ ബാക്കി വണ്ടികളും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ദിപ്പൂരിലുള്ള സകല സഫാരി ജീപ്പുകൾ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഏതായാലും ഈ ആനകൾ ഇത്രയും അടുത്ത് ഇത്രയും ജീപ്പുകൾ വന്ന് നിന്നിട്ട് ഒരു മൈൻഡ് പോലും ഇല്ലാതിരിക്കുന്നതിന് കാരണം ഈ വണ്ടികളെയൊക്കെ കണ്ട് അതിന് നല്ല പരിചയമുള്ളതുകൊണ്ടും നമ്മൾ അവരെ ഉപദ്രവിക്കാൻ യാതൊരു സാധ്യതയില്ലെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടും കേട്ടോ. ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ട്രെക്കിംഗ് ഒക്കെ പോകുമ്പോൾ ആനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വരത്തില്ലേ, അഥവാ ആനയെ കടുവയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പോൾ അതിന് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഡിസ്റ്റൻസിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയോ കടുവയോ അല്ലെങ്കിൽ ഏത് മൃഗമായിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യാനൊന്നും വരാറില്ല. സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ത്രെറ്റ് ഉണ്ടെന്ന് തോന്നിയാലൊക്കെ ഇത് പൊതുവേ അറ്റാക്ക് ചെയ്യാൻ വരാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പ്രായമായി ഇരപിടിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ മുറിവേറ്റൊക്കെ കിടക്കുന്ന കടുവയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മനുഷ്യനെ കണ്ടാൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവരുടെ സ്വാഭാവിക ഇരയുടെ ലിസ്റ്റിൽ മനുഷ്യരില്ലാത്തതുകൊണ്ട് തന്നെ അവർ കണ്ടാൽ വിട്ടു പോകാറേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രൂപ്പൊക്കെ ആയിട്ടുള്ള ആൾക്കൂട്ടത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവ മാറിപ്പോകാറേ ഉള്ളൂ കേട്ടോ. പിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഓടി രക്ഷപ്പെടുക എന്നല്ലാതെ. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ പോകുമ്പോൾ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട് കേട്ടോ. പൊതുവെ അങ്ങനെ അപകടങ്ങളൊന്നും സംഭവിക്കാറില്ലെങ്കിലും ചെറിയ റിസ്ക് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതിനൊരു അപവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരടി മാത്രമാണ്. അപ്പോൾ കരടിയുടെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പൊതുവെ മനുഷ്യരെ കണ്ടാൽ അങ്ങനെ മാറിപ്പോകും എന്നും പോവില്ല എന്നും പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ കണ്ടിട്ട് മാറിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ട്. അതേസമയം ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരമായി പുലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പുലി വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലാത്തതുകൊണ്ടും സമയം കുറേ ആയതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലം തേടി പോവുകയാണേ. ബന്ദിപ്പൂർ സഫാരി ലോഡ്ജിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിലുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. ഇതിൻ്റെ ബുക്കിംഗ് വരുന്നത് ഓൺലൈനാണ്. JLRൻ്റെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ ബുക്കിംഗ് വരുന്നത്. അതിൽ ബന്ദിപ്പൂർ സഫാരി ലോഡ്ജ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബുക്കിംഗ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് പിന്നെ ഒരു റേഞ്ചാണ്. അപ്പോൾ റൂമിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഇതിൻ്റെ ചാർജിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മഹാരാജ, വൈസ്രോയി എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറിയിൽ റൂംസ് അവൈലബിൾ ആണ്. എല്ലാ റൂമിലും നമുക്ക് കിട്ടുന്ന സഫാരി സെയിം ആണ്. അതായത് 2 ജിപ്സി സഫാരിയാണ് 3 മണിക്കൂർ വീതമുള്ളത് ഈ ഏത് റൂമിൻ്റെ പാക്കേജ് എടുത്താലും കിട്ടുന്നത്. അതുപോലെ ഫുഡ് ആണെങ്കിലും 3 നേരത്തെ ബുഫേ. അപ്പോൾ പിന്നെ റൂമിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1000-2000 രൂപയൊക്കെയാണ് ടോട്ടൽ ഡിഫറൻസ് വരുന്നത് ഈ പിന്നെ പല കാറ്റഗറിയിലുള്ള റൂം തമ്മിൽ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു 7500 മുതൽ ഒരു 10 രൂപ വരെയുള്ള റേഞ്ചിലുള്ള റൂമുകളുണ്ട് കേട്ടോ.
ഇത് നമ്മൾ മുമ്പേ കണ്ട റോസ് റിങ്ഡ് അല്ലെങ്കിൽ റിംഗ് നെക്ട് പാരക്കീറ്റ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടു തത്ത തന്നെയാണ്. അതിൻ്റെ മെയിലാണിത്. അതിൻ്റെ ഫീമെയിൽ മുകളിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ജയലാറിന് ഞാൻ മുന്നേ പറഞ്ഞ റേറ്റ് 7500 മുതൽ 10,000 വരെയുള്ള പല റേറ്റിലുണ്ടെന്ന് പറഞ്ഞത് അത് പെർ ഹെഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഒരു റൂമിൽ വേണമെങ്കിൽ 3 പേർക്ക് വരെയൊക്കെ താമസിക്കാം. അപ്പോൾ അതിലെന്താ ഈ പെർ ഹെഡ് റേറ്റിൽ ഒരു റൂമിൽ 3 പേർക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളായിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ റൂമിൽ വേറെ ബുക്കിംഗ് അന്നേരം ഇല്ല എങ്കിൽ നമ്മൾ മിനിമം ഒരു ചാർജ് ഉണ്ട്, ഒരു 10+ ഒരു ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അടയ്ക്കേണ്ടി വരും. അതേസമയം നമ്മൾ 2 പേര് അല്ലെങ്കിൽ 3 പേരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മിനിമം പെർ ഹെഡ് എമൗണ്ട് അടച്ചാൽ മതി. നമ്മൾ മെല്ലെ ഗോൾഡൻ അവേഴ്സിലേക്ക് കടന്നേ. സൺറൈസിന് ശേഷവും അതുപോലെ സൺസെറ്റിന് മുന്നേ ഉള്ള കുറച്ച് സമയം ഇതുപോലെ ഗോൾഡൻ ലൈറ്റ് വീഴുന്ന സമയത്താണ് കേട്ടോ ഗോൾഡൻ അവേഴ്സ് എന്ന് ഫോട്ടോഗ്രാഫേഴ്സ് വിളിക്കുന്നത്. ഏതായാലും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ പറ്റിയ സമയമാണിപ്പോൾ. എങ്ങനെ പോകുന്ന വഴിക്ക് ഗോൾഡൻ ലൈറ്റിൽ റോഡിന് താഴെ കാട്ടുപോത്തുകളെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തിയത്. അപ്പോൾ എല്ലാവരും കാട്ടുപോത്തിനെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റൈറ്റ് സൈഡിൽ റോഡിനോട് ചേർന്നൊരു സാധനം, എൻ്റെ ദൈവമേ, അത് ഈ കാട്ടുപോത്തുകളെ നോക്കി ഇങ്ങനെ കിടക്കുക കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് വളരെ സർപ്രൈസിങ് ആയിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു, നമ്മൾ വണ്ടിയും കൊണ്ട് വരുമ്പോഴത്തേക്കും കണ്ടില്ല. നമ്മൾ കാട്ടുപോത്തിനെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് കണ്ടതാണ് കേട്ടോ തൊട്ടടുത്ത്. അമ്പോ, എന്തോ ഒരു സൈറ്റിംഗ് ആണെന്ന് നോക്കി. നമ്മൾ മുന്നേ പറഞ്ഞ ഗോൾഡൻ ലൈറ്റിൽ കടുവ, അതും തൊട്ടടുത്ത്. തുടക്കത്തിലെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ശേഷമാണ് ഒരു ടൈഗർ ഹണ്ടിൻ്റെ സാധ്യത ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈഗർ താഴെ കാണുന്ന കാട്ടുപോത്തുകളെ നോക്കിയിട്ട് അതിലേതോ ഒരെണ്ണത്തിനെ ടാർഗറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇനി ഏത് സമയവും ഒരു അറ്റാക്ക് തൊട്ടടുത്താണ്, വളരെ ശ്രദ്ധാപൂർവ്വം അത് അപ്രോച്ച് ചെയ്ത ശേഷം ഒരു അറ്റാക്ക് ഏത് സമയവും പ്രതീക്ഷിക്കാം. തൊട്ടടുത്ത് ഏത് സമയം ചാടി വീഴുന്ന രീതിയിൽ കടുവയിരിക്കുന്നത് അറിയാതെ നിന്ന് പുല്ലുമേയുന്ന കാട്ടുപോത്തുകളെ കണ്ടോ. കുറേ എണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ പുറകിലോട്ട്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 ഏതോ ഒരെണ്ണത്തിന് ഞാൻ തോന്നുന്നു നമ്മുടെ കടുവച്ചാർ ലോക്ക് ചെയ്തിട്ടേക്കുന്നത്. അമ്പോ, എന്നെ ഗാംഭീര്യം നോക്കി അവൻ്റെ മുഖത്ത്, ആ നോട്ടം നോക്കി. ഈ ഒരൊറ്റ നോട്ടത്തിൽ നമ്മുടെ ഈ ബന്ദിപ്പൂർ സഫാരി അല്ലെങ്കിൽ നമ്മൾ ഈ സഫാരി ലോഡ്ജ് ബുക്ക് ചെയ്തത് മുതലായി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സൈറ്റിംഗ്. നമുക്ക് ഇതിന് മുന്നേ പലപ്പോഴും കടുവയുടെ സൈറ്റിങ്സ് പല സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ക്ലോസ്, ഇത്രയും ഗാംഭീര്യത്തോടെ ഉള്ളൊരു ടൈഗറിനെ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഏരിയയിൽ അടുത്തിടയ്ക്ക് പുതിയതായിട്ട് ടെറിട്ടറി ഉണ്ടാക്കിയെടുത്ത ഒരു ഡൊമിനൻറ്റ് മെയിൽ ടൈഗർ ആട്ടോ ഇത്. ഏകദേശം 4 വയസ്സാണ് ഇതിൻ്റെ പ്രായം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തിരി കുഴപ്പക്കാരനാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു ജനുവരി സമയത്താണ് കണ്ട് ഇതൊരു സ്ലോത്ത് ബിയറിനെ, കരടീനെ പിടിച്ച് കൊന്ന് ഈ പുറകെ കാണുന്ന ലേക്കിലിട്ട് തിന്നുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകട്ടോ. പൊതുവേ കരടീനെ അങ്ങനെ ടൈഗർ പിടിക്കാറില്ല. ഇതുപോലെ അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ടൈഗേഴ്സ് മാത്രമേ കരടീനെ പിടിക്കാനൊക്കെ ശ്രമിക്കാറുള്ളേ. പൊതുവേ പുലികളെയൊക്കെ പോലെ തന്നെ എന്തിനെ കിട്ടിയാലും പിടിച്ച് തിന്നുമെങ്കിലും നമ്മുടെ കാടുകളിലൊക്കെ ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഇര എന്ന് പറയുന്നത് കാട്ടുപോത്തുകളും വലിയ മ്ലാവുകളും വലിയ മാനുകളും കാട്ടുപന്നികളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കാട്ടുപോത്തിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ആഴ്ചത്തേക്ക് കഴിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവന്മാർ നമ്മുടെ കാടുകളിൽ പൊതുവേ വലിയ കാട്ടുപോത്തുകളെയാണ് ടാർഗറ്റ് ചെയ്യാറ്. അവൻ പതുങ്ങി ഇപ്പുറത്തോടെ വന്ന കാട്ടുപോത്തിനെ അടിക്കാൻ വേണ്ടിയിട്ട് പതുങ്ങി വരുന്നുണ്ടോ. ആദ്യം ആ സൈഡിൽ നിന്നിരുന്ന പുള്ളി അതിലേക്ക് കയറി ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. താഴെ പോത്തുകളുണ്ട്, നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സൈഡിൽ കാട്ടുപോത്ത് ഇപ്പുണ്ട്. കടുവകൾ പൊതുവെ ഇരകളെ ഒരുപാട് ദൂരം ഓടിച്ചിട്ട് ചേസ് ചെയ്തൊന്നും അല്ല കേട്ടോ പിടിക്കുന്നത്. മിക്കവാറും ഇതുപോലെ പതുങ്ങിയിരുന്ന് ഒറ്റ ചാടി വീഴലായിരിക്കും. അതല്ലെങ്കിൽ പതുങ്ങിയിരുന്നിട്ട് സൈലൻ്റ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തിട്ട് തൊട്ടടുത്തുനിന്ന് ചാടി വീണിട്ടായിരിക്കും പിടിക്കുന്നത് കേട്ടോ. വലിയ ഇരകളൊക്കെ ആണെങ്കിൽ കഴുത്തിന് കടിച്ച് പിടിച്ച് ശ്വാസം മുട്ടിച്ചൊക്കെ കൊല്ലും. അല്ല ചെറിയ ഇരകളൊക്കെ ആണെങ്കിൽ മിക്കവാറും ആ ഒരു കടിയിൽ തന്നെ അല്ലെങ്കിൽ അടിയിൽ തന്നെ നെക്കൊക്കെ ബ്രേക്കായി ബോണൊക്കെ പിന്നെ നട്ടലൊക്കെ തകർന്ന് ചാകും. അങ്ങനെയാണ് കേട്ടോ പിടിക്കുന്നത് അധികവും. എന്ന് വിചാരിച്ച് കടുവയ്ക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഇരകളെ കിട്ടും എന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സക്സസ് റേറ്റ് ഹണ്ടിൻ്റെ ഭയങ്കര കുറവാണ്. ഒരു 10-20% ഒക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 1-2 തവണ മാത്രമേ നിങ്ങൾക്ക് ഇരയെ കിട്ടാറുള്ളൂ. ബാക്കി തവണകളൊക്കെ ഇര രക്ഷപ്പെടാറാണ് പതിവ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവൻ പണിയെടുത്തിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അർത്ഥം.
നോക്കി ഇവൻ ആദ്യം മറിഞ്ഞിരുന്ന ആ ചെറിയ തിട്ടയുടെ പുറകിൽ നിന്ന് സൈഡിൽ കൂടെ മെല്ലെ പതുങ്ങി താഴേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം റോഡിന് തൊട്ട് താഴെ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചാടി വീഴുമെന്ന് വിചാരിച്ചു. എന്നാൽ പുള്ളിക്ക് എന്തോ ഒരു പന്തികേട്, അപ്പം പുള്ളി വെയിറ്റ് ചെയ്യുവാണേ. ഇവൻ്റെ ശ്രമം നമ്മൾ സമ്മതിച്ചു കേട്ടോ. കുറേ നേരമായിട്ട് പുള്ളി ഇത് ടാർഗറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. നമ്മുടെ സഫാരി വണ്ടികളൊക്കെ ആണെങ്കിലും അവൻ്റെ ഹണ്ടിനെ തടസ്സപ്പെടാത്ത രീതിയിൽ ദൂരോട്ട് മാറ്റിയിട്ടേക്കും കേട്ടോ, നടുക്ക് സ്ഥലം കൊടുത്തിട്ട്. വീണ്ടും എഴുന്നേറ്റിട്ടുണ്ടേ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പരമാവധി അടുത്തേക്ക് പതുങ്ങി ചെന്നിട്ട് തൊട്ടടുത്ത് ചെന്ന ശേഷം ചാടി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നേ. ഇത്രയും അടുത്തൊരു യമണ്ടൻ കടുവ വന്നിരുന്നിട്ട് അറിയാത്ത ആ കാട്ടുപോത്തുകളെക്കുറിച്ച് ഓർക്കുമ്പോഴാണേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കടുവയുടെ കാൽപാദങ്ങൾ ഭയങ്കര സോഫ്റ്റാണ്, വെൽവെറ്റ് പോലെ. നമ്മുടെ പൂച്ചയുടെയൊക്കെ കാൽപാദങ്ങളില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പതുങ്ങി ഒട്ടും സൗണ്ട് ഉണ്ടാക്കാതെ കരിയില പോലും അനങ്ങാതെ വരാൻ പറ്റും കേട്ടോ. അത് ശരി, ആശാൻ കിടന്നോ? അപ്പോൾ ഇന്നൊന്നും പിടിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമെന്നറിയാമോ? കടുവകളുടെ ആയുസ് ഏകദേശം 15 വർഷമൊക്കെ ആവും കേട്ടോ കാട്ടിലെ കടുവകൾക്ക്. കാട്ടിലേന്ന് എടുത്ത് പറയാൻ കാരണം നാട്ടിലുമുണ്ട് ഒരുപാട് കടുവകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കടുവകൾ നാട്ടിൽ ക്യാപ്റ്റിവിറ്റിയിലാണുള്ളത്. അതായത് വളർത്തുന്ന കടുവകളാണ് ലോകത്ത് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അവയ്ക്ക് കാട്ടിലുള്ളതിനേക്കാളും ആയുസ്സും കൂടുതലാണ്. പൊതുവേ ആഴ്ചയിൽ ഒരു സക്സസ്ഫുൾ ഹണ്ടൊക്കെ ചെയ്യാറുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പ്രിപ്പയർഡ് ആയിട്ട്, അതല്ലെങ്കിൽ വളരെ സമയമെടുത്ത് ക്ഷമയോടുകൂടിയായിട്ടോ ആശാൻ നീങ്ങുന്നത്. പൊതുവേ രാത്രിയിലാണ് കടുവകൾ ഹണ്ട് ചെയ്യാറുള്ളത് എങ്കിലും അതേ പകൽ സമയത്തും വളരെ റയറായിട്ട് ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ എല്ലാം കഴിഞ്ഞു കേട്ടോ. തൊട്ടടുത്ത് വന്ന് കാട്ടുപോത്തുകൾക്ക് നേരെ ചാടി വീണപ്പോൾ മാത്രമാണ് അതുങ്ങളും അറിഞ്ഞത്. പക്ഷേ പെട്ടെന്ന് ഓടി മാറി. അപ്പോൾ ആദ്യം ചാടി വീണ കാട്ടുപോത്തിനെ എന്തായാലും കിട്ടിയിട്ടില്ല. അതിനുശേഷം ആ കൂട്ടത്തിലായിട്ട് അത് ചാടി കയറുന്നത് കണ്ടു, പക്ഷേ കിട്ടിയില്ലെന്ന് തോന്നുന്നു. കാരണം വേറെ കരച്ചിലൊന്നും കേട്ടില്ല, കുറ്റിക്കാട്ടിലോട്ട് കയറിപ്പോയതുകൊണ്ട് കണ്ടുമില്ല കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു വളരെ സക്സസ് റേറ്റ് കുറവാണ് കടുവയുടെ ഹണ്ടിങ്ങിനെന്ന്. അപ്പം 10% സക്സസ് റേറ്റ് ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഇതെന്ന് തോന്നുന്നു. നോക്കി എന്തുമാത്രം കാട്ടുപോത്തുകളായിരുന്നു നോക്കി. നമുക്ക് പുറത്ത് കാണാൻ ആകെ 2-3 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിനകത്തുണ്ടെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത്രയും എണ്ണം ഉണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കടുവ ഒന്ന് ചാടിയപ്പോഴത്തേക്കുമാണ് നമുക്ക് ഇത്രയും കാട്ടുപോത്തുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നെന്ന് മനസ്സിലായത്. ഏതായാലും 4 പാടും ചെതറി ഓടി കുറയണം. കടുവ അതിന് നടുക്കൂടെ കയറി കാട്ടിനകത്തോട്ട് കയറി പോയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം വലിയ കാർച്ചയോ അലർച്ചയോ ഒന്നും കേട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഏതായാലും കാട്ടുപോത്തുകൾ മെല്ലെ റിലാക്സ് ആയി തിരിച്ചു പോകാൻ തുടങ്ങി. ഇത് ഒറ്റപ്പെട്ട് പോയി കേട്ടോ കുഞ്ഞ്. എല്ലാം ചെതറി ഓടി കൊടുത്തിട്ട് ഇത് ആദ്യം ഇപ്പുറ സൈഡിലോട്ട് ഓടിയതാണ്. തൊട്ടപ്പുറത്ത് കൂട്ടം നിൽപ്പുണ്ട്. അങ്ങനെ അത് ഓടി തൊട്ടോട്ട് സമ്മതിച്ചേ. ടൈഗർ ഹണ്ടും ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യ ആകാറായി. അതായത് നമ്മുടെ സഫാരിയുടെ സമയം ഏകദേശം തീരാനായി കേട്ടോ. ഇനി നേരെ നമ്മൾ തിരിച്ച് JLRലേക്ക് പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് വഴി സൈഡിൽ കുറച്ച് മ്ലാവുകൾ 3-4 ഉണ്ട് കേട്ടോ. നമ്മുടെ പെരിയാറിലും പറമ്പിക്കുളത്തുമൊക്കെ കാണുന്ന പോലെ ഒരുപാട് മ്ലാവുകളെ ഒന്നും ഇവിടെ അങ്ങനെ പൊതുവേ കാണാറില്ല. ഈ കൽക്കെട്ടിനകത്ത് കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അത് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ JLRൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല JLRൻ്റെ സ്റ്റേയും ഫുഡും ഒക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയുടെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ വാട്സപ്പ് ചാനലിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുന്നേ ചെയ്ത കുറച്ച് വീഡിയോസിൻ്റെയും ഒക്കെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. ഇനി ചായയൊക്കെ കുടിച്ച് മെല്ലെ സ്റ്റേയിലേക്ക് പോവാണ്. കിടുക്കൻ സഫാരി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് സഫാരി അല്ലെങ്കിൽ ട്രക്കിംഗ് വീഡിയോസ്, ഫോർ സ്റ്റേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണും വരെ അതൊക്കെ ബൈ ബൈ. കോടമഞ്ഞിലൂടെയുള്ള യാത്ര അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് കാട്ടിക്കൂടി ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ രാവിലത്തെ സഫാരി തുടങ്ങിയത് കോടമഞ്ഞിനകത്തൂടെയാണ്. ഏതായാലും നമ്മുടെ സഫാരിയുടെ തുടക്കം ഒട്ടും മോശമായില്ല. കോടമഞ്ഞിനകത്തൂടെ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നോക്കിയേ. സാധാരണ നമ്മൾ കാട്ടിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് മാനുകളെയാണെങ്കിൽ നമുക്ക് ഇന്ന് ആദ്യം കിട്ടിയത് കാട്ടുപോത്തുകളെ കേട്ടോ, ഇന്ത്യൻ വൈൽഡ് ഗൗ. വേനൽക്കാലമാണെങ്കിലും കാട് അങ്ങനെ മൊത്തത്തിൽ ഡ്രൈ ഒന്നുമല്ല, അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട്. മൂടൽമഞ്ഞിനകത്തൂടെ നമ്മുടെ സഫാരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിന് കുറുകെ ഒരു കൂട്ടം മാനുകൾ ഇതേ വണ്ടിക്ക് കുറുകെ ഓടുന്ന ഓട്ടം കണ്ടോ. ഏറ്റവും കൂടുതൽ കാട്ടിൽ പേടിച്ച് ജീവിക്കുന്ന ജീവി ഈ മാനുകളായിരിക്കും കേട്ടോ. എന്തിനെ കണ്ടാലും, മനുഷ്യരെ കണ്ടാലും മറ്റു മൃഗങ്ങളെയൊക്കെ കണ്ടാലും ഇവയ്ക്ക് ഫുള്ള് പേടിയാണ്. വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഇതേ ഒരു കൂട്ടം കാട്ടാനകൾ
അവർ രാവിലെ അവരുടെ പരിപാടി തുടങ്ങിയേ. എന്നാ പരിപാടി എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന് തിന്നുക എന്നുള്ളത് തന്നെയാണല്ലോ ഇവരുടെ പണി. അപ്പോൾ ഇതേ ഒരു മരം മറിച്ചിട്ടതാണോ അതോ ഒടിഞ്ഞു വീണതാണോ എന്നറിയത്തില്ല. ഏതായാലും മരത്തിൻ്റെ പച്ചയില ഉണങ്ങുന്നതിന് മുന്നേ അവർ കഴിച്ചു തുടങ്ങിയതാട്ടോ. രാവിലെ തന്നെ വയറ് നിറച്ചും കഴിക്കാനുള്ള സാധനമായി. ഏതായാലും ദിവസത്തിന്റെ ഭൂരിഭാഗവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആന ചെലവഴിക്കുന്നത്. ഇലയും പുല്ലും വേരും മരത്തൊലിയും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഏകദേശം 150ഓളം കിലോഗ്രാം ഭക്ഷണം ആന ഒരു ദിവസം കഴിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഏതായാലും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആനക്കൂട്ടത്തെ കുറേ നേരം കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണേ. അങ്ങനെ നമ്മുടെ യാത്ര പുരോഗമിക്കുന്നതിനിടയിൽ കുറേ പക്ഷികളെയും കണ്ടേ. ഇപ്പം മഞ്ഞത്ത് കാട്ടുകോഴിയും അതുപോലെ ഉപ്പുപ്പനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്കും റോഡ് സൈഡിലായിട്ട് ഒരു വലിയ ആനക്കൂട്ടം, അത് കുട്ടിയാനകളൊക്കെ ഉണ്ട്. ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ നമ്മൾ അധികം അപ്രോച്ച് ചെയ്യാതെ വണ്ടി നിർത്തി കൊടുത്തേ. ഈ ആനകൾ ചിഹ്നം വിളിക്കുക മാത്രമല്ല പലതരത്തിലുള്ള സൗണ്ടുകൾ ഉണ്ടാക്കും കേട്ടോ. അതിൽ ചില വോക്കലൈസേഷൻസ് ഒക്കെ ഒന്ന് കേട്ട് നോക്കി. Both of stand is not see back side also. That person is not see. Bada. കുട്ടിയാനകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ ആനക്കൂട്ടം ഫുൾ അലേർട്ട് ആയിരിക്കുവേ. അപ്പോൾ കൂടുതലുള്ള എല്ലാ ആനകളും ഈ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മുടെ പ്രസൻസ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കാലൊക്കെ നിലത്തിട്ട് ഉറച്ച് വാണിംഗ് ഒക്കെ തന്നതുണ്ടോ. ഏതായാലും ആനക്കൂട്ടം മെല്ലെ കാടിനകത്തോട്ട് കയറിപ്പോയി. മഞ്ഞിനിടയ്ക്കൂടെ സൂര്യൻ മെല്ലെ ഉദിച്ചു വരുന്നുണ്ടെങ്കിലും ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും നല്ല മഞ്ഞ് തന്നെയാണ്. ഇതേ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് തോന്നുന്നു ആമകളൊക്കെ തടിയെ കയറിയിരിക്കുന്നുണ്ടോ. ഇതേ ഒരു നീലപ്പൊന്മൻ അല്ലെങ്കിൽ ചെറിയ മീൻകൊത്തി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഇതിന്റെ ഇംഗ്ലീഷ് പേര് കോമൺ കിങ് ഫിഷർ എന്നാണ്. ഫുൾ ടൈം ഇങ്ങനെ വെള്ളത്തിലോട്ട് നോക്കി ഇരിപ്പാണ് ആശാന്റെ പരിപാടി. ഇതേ പിന്നെ ആന. ഈ ഒരു ട്രിപ്പിൽ തന്നെ നമ്മൾ എത്രമാത്രം ആനയെ കണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കേട്ടോ. അതുപോലെ ആനയുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് ഏതാണ്ടൊക്കെ തിന്നോണ്ട് നിൽക്കുകയാണ്. പിടിയാനയാണേ. അപ്പോൾ നമ്മൾ പിടിയാനകളെ അങ്ങനെ ഒറ്റയ്ക്ക് കാണാറില്ല, അധികവും കൂട്ടത്തിലാണ് കാണാറുള്ളതെങ്കിലും വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന പിടിയാനകളെയും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കർണാടകയിലെ നാഗർഹോളെ ടൈഗർ റിസർവിനുള്ളിലാണ്. അപ്പോൾ അവിടെ 2-3 സഫാരി ഓപ്ഷൻസ് ഉള്ളതിൽ നാനാച്ചി ഗേറ്റിൽ നിന്നുള്ള സഫാരിയിലാണ് ഇപ്പം നമ്മളുള്ളത്. അതുകൂടാതെ ഇവിടുന്ന് വീരണ ഹൊസഹള്ളിയിൽ നിന്നൊരു സഫാരി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കബിനി സഫാരി എന്നൊക്കെ അറിയപ്പെടുന്ന കക്കനക്കോട്ടെ സഫാരി ഉണ്ട്. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഫാരി അല്ല, നാനാച്ചി ഗേറ്റിൽ നിന്നുള്ള JLR ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിന്റെ ജീപ്പ് സഫാരിയിലാണ് നമ്മളുള്ളത്. 3 മണിക്കൂർ ലെങ്ത് ഉള്ള സഫാരിയിലാട്ടോ. നമ്മുടെ സഫാരി ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ നമ്മൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കണ്ടേ. അപ്പോൾ ഈ JLR സഫാരിയുടെ വേറൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് അവർ നിർത്തി തരും. ഇപ്പം ഈവൻ ഒരു മയിലിനെ കണ്ടാൽ പോലും നമുക്ക് നിർത്തണമെന്ന് പറഞ്ഞാൽ അവർ നിർത്തി തന്ന് നമുക്ക് ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ സമയം കിട്ടും കേട്ടോ. റെഡ് ഹെഡഡ് വൾച്ചർ മലയാളത്തിൽ കാതിലെ കഴുകൻ എന്നറിയപ്പെടും. അതുകൂടാതെ മലയാളത്തിൽ വേറെയും കുറേ പേരുകളുണ്ട്. ഏഷ്യൻ രാജ കഴുകൻ, പോണ്ടിച്ചേരി കഴുകൻ, അതല്ലെങ്കിൽ കഴുകരാജൻ എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവന്ന നിറത്തിലുള്ള തല മൊട്ടത്തല തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് തൂങ്ങിക്കിടക്കുന്ന സ്കിൻ കണ്ടില്ലേ. അപ്പം ഇതൊക്കെയാണ് ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് IUCNന്റെ റെഡ് ലിസ്റ്റിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ പെട്ടുന്ന ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കഴുകനാണ്. ഇവിടെ ഈ കഴുകിനെ കണ്ട ലേക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആനിമൽസ് ഉണ്ട്. കുറേ മ്ലാവ് നിൽപ്പുണ്ട്. മ്ലാവിനെ ഒന്നും കണ്ടാൽ ഇവിടെ ആർക്കും അങ്ങനെ വലിയ മൈൻഡൊന്നുമില്ല. കാരണം ഇവിടെ വരുന്നവർ അധികവും കടുവയെ തപ്പിയാട്ടോ വരുന്നത്. മാന്, മ്ലാവ്, അതുപോലെ കുറേ ബേഡ്സ് ഒക്കെ ഈ ചുറ്റുവട്ടത്തുണ്ട്. ഓറിയന്റൽ ഡാർട്ടർ അഥവാ ചേരക്കോഴി എന്നറിയപ്പെടുന്ന സ്നേക്ക് ബേർഡാണിത്. ഇതിൻ്റെ കഴുത്ത് കണ്ടോ, പാമ്പിൻ്റെ പോലെ ഇരിക്കുന്നുണ്ടാട്ടോ ഇതിനെ സ്നേക്ക് ബേർഡ് എന്ന് പറയുന്നത്. നമ്മുടെ പെരിയാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമ്മൾ മുന്നേ കണ്ട അതേ കഴുകൻ തന്നെയാണ്. താഴെ ഇറങ്ങിയിരുന്ന് വെള്ളമൊക്കെ കുടിച്ച ശേഷം അടുത്ത് കണ്ട മരത്തിലോട്ട് പോയി പറഞ്ഞിരിക്കുന്നതാണ്. എന്നൊക്കെയാന്ന് പറഞ്ഞാലും പക്ഷികളെ മരത്തിലിരിക്കുമ്പോൾ കാണാൻ തന്നെയാണ് ഒരു രസം.
ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഈ മാനുകൾക്ക് ഭയങ്കര പേടിയാണ്. ഇത് കണ്ടോ, ഓടുന്ന ഓട്ടം കണ്ടോ, പുറകെ ആരോ ഇട്ട് ഓടിക്കുന്ന പോലെയാ. മരങ്ങൾക്കിടയിലൂടെ ഗോൾഡൻ കളറിൽ സൂര്യപ്രകാശം അടിച്ചിറങ്ങുന്നതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമ്മുടെ ഡ്രൈവർ പെട്ടെന്ന് ടൈഗർ ടൈഗർ എന്ന് വിളിച്ച് പറയുന്നത്. അമ്പോ എന്നാ കാഴ്ചയെന്ന് നോക്കി. കണ്ടോ, കാണിച്ച പരിപാടി കണ്ടോ? എന്നാ സംഭവം എന്ന് മനസ്സിലായോ? യൂറിൻ സ്പ്രേ ചെയ്ത കേട്ടോ മരത്തിലോട്ട്. അതങ്ങനെ വെറുതെ ചെയ്തതല്ല, ഇതിന് സെൻറ്റ് മാർക്കിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് മറ്റ് കടകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. പ്രധാനമായിട്ടും ടെറിട്ടറി മാർക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആൺകടകളൊക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഫീമെയിൽസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ചെയ്യുന്നൊരു പരിപാടിയും കൂടിയാണ്. ഇത് നമ്മുടെ ആശാൻ തടയക്കരയിൽ കൂടെ എല്ലാം നടന്ന് അപ്പർ സൈഡിലോട്ട് വളരെ ശ്രദ്ധാപൂർവ്വം പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടപ്പോഴേ വല്ല ഹണ്ടിങ്ങിനുള്ള ശ്രമമാണെന്ന് വിചാരിച്ചു. ഇത് അപ്പർ സൈഡിലൊരു കാട്ടുപോത്ത് വന്ന് നിൽപ്പുണ്ടേ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഇറങ്ങിയതാണ്. ഒറ്റയാനാണ് കേട്ടോ. പുള്ളിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട് വല്ല സൗണ്ടോ അല്ലെങ്കിൽ സ്മെല്ലോ എന്തെങ്കിലും കേട്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ. റൈറ്റ് സൈഡിലോട്ട് നോക്കി നിൽക്കുന്നുണ്ടോ? ആ സൈഡിൽ നിന്നാണ് കടുവ വന്നുകൊണ്ടിരിക്കുന്നത്. മൂഗ എന്ന് പേരുള്ള ഒരു ടൈഗറാണ് കേട്ടോ ഇത്. കുറേ കാലമായിട്ട് ഈ കാടുകളിൽ നിന്ന് ഇതിനെ കാണാനില്ലായിരുന്നു, മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് വീണ്ടും ഇതിനെ സ്പോട്ട് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. ഒരുപാട് പ്രായമുള്ളൊരു ടൈഗറാണ്. എന്ന് വെച്ചാൽ ഏകദേശം 15 വയസ്സോളമൊക്കെ പ്രായമുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. ഒരു കടുവയെ സംബന്ധിച്ച് 15 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാർദ്ധക്യ കാലത്തിലേക്ക് എത്തി, അവസാന കാലഘട്ടങ്ങളിലേക്കൊക്കെ എത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ വലിയൊരു കാട്ടുപോത്താണ്. അതിനെ ഹണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇതിനുണ്ടോ എന്നുള്ളത് കണ്ടറിയണം. ഈ കടുവയും സിംഹവും ഒക്കെ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണ്ട് ചെയ്യാനൊന്നും പറ്റാതെ പട്ടിണി കിടന്ന് ചാവാറാണ് കേട്ടോ പതിവ്. നമ്മുടെ മൂഗ ഏതായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പുള്ളി ഹണ്ടിങ്ങിനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും ഈ കാട്ടുപോത്ത് കടുവയുടെ പ്രസൻസ് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നോക്കി നിൽക്കുന്നുണ്ടോ? ഏതായാലും ഒരു ഹണ്ട് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളും പിന്നെ ഇതേ പൊന്മാനും. ഇത് കാട്ടുപോത്തിന് അടുത്തായിട്ട് ഒരു മ്ലാവും കൂടെ നിൽപ്പുണ്ടായിരുന്നേ. നോക്കിയേ, അത് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. വാല് മെല്ലെ പൊങ്ങുന്നത് കണ്ടോ? ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ ഇത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും വാല് പൊക്കുമെന്ന്. അപ്പം ഇപ്പോഴാണ് ആ മ്ലാവിന് അങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതേ. കാട്ടുപോത്ത് കടുവയുടെ പ്രസൻസ് അറിഞ്ഞിട്ട് നൈസായിട്ട് സ്കൂട്ടാവുന്നത് കണ്ടോ? പുള്ളി മെല്ലെ ഇങ്ങോട്ട് വലിഞ്ഞു. മ്ലാവിന് എന്താ സംഭവം എന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. പുള്ളി അങ്ങോട്ടേക്ക് നോക്കി നിൽപ്പുണ്ട്. ഏത് സമയത്തും എന്തും സംഭവിക്കും എന്നുള്ളൊരു പ്രതീതിയായിരുന്നു കുറച്ച് നേരത്തേക്ക്. ഏതായാലും നമ്മുടെ കാട്ടുപോത്ത് ആളൊരു ക്ഷത്രിയനാണെന്ന് തോന്നുന്നു. പുള്ളി തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? ആദ്യം മെല്ലെ സ്കൂട്ടാവാൻ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഇപ്പോൾ കണ്ടില്ലേ ധൈര്യത്തോടെ തിരിഞ്ഞ് നിൽക്കുന്നത്. അത് കടുവ പോയി എന്ന് തോന്നിയത് കൊണ്ടാണോ അതോ എന്നാന്നറിയത്തില്ല. ഏതായാലും പുള്ളി റിലാക്സ്ഡായി. അതിനർത്ഥം കടുവ പിൻവാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അലേർട്ടായിട്ട് തന്നെ നിന്നേനെ. ഏതായാലും തിരിഞ്ഞു നിന്ന് 2 ചീറ്റും കൂടെ ചീറ്റിയിട്ട് നമ്മുടെ കാട്ടുപോത്ത് മെല്ലെ അങ്ങ് പിൻവാങ്ങിയേ. കടുവയുടെ സൈറ്റിംഗ് കിട്ടിയെന്ന് കേട്ടപ്പോഴത്തേക്കും ബാക്കിയുള്ള സഫാരി വാഹനങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടേ. പക്ഷെ കടുവ എപ്പോഴേക്കും പോയി കേട്ടോ. ഇവൻ റിലാക്സ് ആയി കണ്ടോ, ഫുൾ റിലാക്സ് ആയി. ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീ ഈറ്റർ, ചെന്തലേൻ വേലിത്തത്താന്ന് മലയാളത്തിൽ പറയും. നമ്മൾ സാധാരണ സഫാരി അല്ലെങ്കിൽ കാട്ടിലൊക്കെ കയറുമ്പോൾ ഇഷ്ടംപോലെ കാണാറുള്ളതാണ് കേട്ടോ. ഏതായാലും നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ വേണ്ടി. ഇത് നമ്മുടെ കേഴമാനാണ് കേട്ടോ. ബാർക്കിംഗ് ഡിയർ എന്ന് പറയും. നമ്മൾ മുന്നേ 2 ടൈപ്പ് മാനിനെ കണ്ടല്ലോ, സമ്പാ ഡിയറിനെയും കണ്ടു, സ്പോട്ടഡ് ഡിയറിനെയും കണ്ടു. അതല്ലാതെ വേറൊരു ടൈപ്പാണ്. വലിയ ഉച്ചത്തിൽ കാർന്നുകൊണ്ടാണ് ബാർക്കിംഗ് ഡിയർ എന്ന് വിളിക്കുന്നത്. ഇത് പിന്നെ ആന. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഈ ട്രിപ്പിൽ ഒരുപാട് ആനകളെ കണ്ടെന്ന്. ഇത്തവണ 2 എണ്ണം ഉള്ളത് കേട്ടോ. ഒരു തള്ളയാനയും പിന്നെ ഒരു കുട്ടിക്കൊമ്പനും ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആനയെ കിട്ടിയത് കണ്ടോ, നല്ല പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കേട്ടോ. ഏപ്രിൽ മാസമാണ്. നല്ല വേനൽക്കാലത്തും നല്ല പച്ചപ്പ് ചില സ്ഥലങ്ങളിൽ കിട്ടും എന്നുള്ളതാണ് ഈ കാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാനാച്ചി ഭാഗത്ത്, നാഗർഹോളെ മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞത്, കക്കനക്കോട്ടെ അല്ലെങ്കിൽ ബന്ദിപ്പൂർ അതല്ല, ഇതിനോട് ചുറ്റും കിടക്കുന്ന മറ്റു കാടുകളൊക്കെ ഡ്രൈ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് മിക്കവാറും നല്ല രീതിയിൽ നമുക്ക് പച്ചപ്പ് കിട്ടാറുണ്ട്.
അപ്പോൾ നമ്മൾ ഇവിടെ അധികം സമയം കളയുന്നില്ല. ആനകളെ നമ്മൾ ഓൾറെഡി ഒരുപാട് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഉദ്ദേശം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കടുവയും പുലിയൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കടുവയെ തപ്പിയുള്ള യാത്ര തുടരാം. പോകുന്ന വഴിയിൽ കണ്ടതാണ്, റോഡിന് നടുക്കിരുന്ന് എന്തിനെയോ കൊത്തിപ്പറിച്ച് നിന്നുകൊണ്ടിരിക്കുമായിരുന്നു. വണ്ടി കണ്ടുകൊണ്ട് പെട്ടെന്ന് അടുത്ത മരത്തിലോട്ട് പോയി പറഞ്ഞിരുന്നതാണ്. കണ്ടില്ല, അതിൻ്റെ കാലിൽ ഏതോ പക്ഷിയാന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും എന്തിനെയോ കടിച്ച് വലിച്ച് കഴിക്കുക. ചേഞ്ചബിൾ ഹോക്കികൾ അല്ലെങ്കിൽ ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന് പറയും. മലയാളത്തിൽ കിന്നരിപ്പരുന്തെന്ന് വിളിക്കുന്ന സാധനം കേട്ടോ. ഒരു ഇരപിടിയൻ പക്ഷിയാണ്. നമ്മൾ സാധാരണ കാടുകളിലൊക്കെ പോകുമ്പോൾ കാണാറുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളിത് ഏപ്രിൽ മാസത്തിൽ നടത്തിയ ഒരു ട്രിപ്പാണെന്ന്. വീഡിയോ വരാൻ കുറച്ച് വൈകിപ്പോയതാണ് കേട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, നമ്മുടെ പിക്കോളിൻസ് വൈബിലെ കോളിനും ഉണ്ടായിരുന്നു കേട്ടോ. കോളിനും ഞാനും പിന്നെ ഞങ്ങളോടൊപ്പം കാടിനെയും വൈൽഡ് ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു 4-5 പേരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ട്രിപ്പുകൾ ഇനിയും തുടരാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതും വലുതായിട്ടുള്ള ട്രിപ്പുകൾ കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെയാണ് വരാറുള്ളത് കേട്ടോ. പിക്കോളിൻസ് വൈബിൻ്റെയും അതുപോലെ ഡോട്ട് ഗ്രീൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വലിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ വൈൽഡ് ലൈഫ് ഇൻഡ്യൂസിയാസ്റ്റുകളുടെയും ഡ്രീം എന്നൊക്കെ പറയാവുന്ന മാസായി മാരിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ പറയാവുന്നതാണ്. ഇത് പോകുന്ന വഴിയിൽ പിന്നെ ആന, അത് എനിക്ക് സ്റ്റാച്യു പോലെ നിൽക്കുന്നുണ്ടോ ആ വലിയ ആന. അത് ശ്രദ്ധിക്കുക കേട്ടോ, നമ്മളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അത് ശ്രദ്ധിച്ച് നിൽക്കുന്നതാണ് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ത്രെറ്റ് ഒന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മെല്ലെ മുന്നോട്ട് നീങ്ങുവേ. ഈ നാഗർഹോളെ നാഷണൽ പാർക്കിനകത്ത് ഇതുപോലത്തെ ഒരുപാട് ജലാശയങ്ങളുണ്ട്. കുറേ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതും പിന്നെ നാച്ചുറലായിട്ടുള്ളതൊക്കെ ഉണ്ട്. കുളങ്ങളും അതുപോലെ ചെറിയ സ്ട്രീമുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഒരു മ്ലാവ് കുളത്തിലിറങ്ങി നിന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ. ഒരുപാട് താറാവുകൾ അതിന് ചുറ്റും നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ. ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് നാഗർഹോളയിൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഈ നാഗർഹോള എന്നുള്ള പേര് വന്നത് തന്നെ നാഗ അല്ലെങ്കിൽ സ്നേക്ക് എന്ന അർത്ഥം വരുന്ന നാഗ എന്നുള്ള കന്നഡ വാക്കും അതുപോലെ തന്നെ ഹോളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീം എന്നാണ് അർത്ഥം. പാമ്പുകളെ പോലെ വളഞ്ഞൊഴുകുന്ന സ്ട്രീമുകൾ എന്ന അർത്ഥം വരുന്ന നാഗർഹോളെ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് തന്നെ. ഇതിൻ്റെ മറ്റൊരു പേര് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നും ഈ നാഗർഹോളെ ടൈഗർ റിസർവിനെ അറിയപ്പെടുന്നുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു അനക്കം കയറിയിട്ട് പേടിച്ചിട്ട് കയറി പോകുന്നത് കേട്ടോ. മ്ലാവ് വാല് പിടിച്ചേക്കുന്നുണ്ടോ, പേടിച്ചതിൻ്റെ ലക്ഷണം അത്. ഈ നാഗർഹോളെ ടൈഗർ റിസർവ് ഇത്ര ഫേമസ് ആവാനുള്ള കാരണം ഇവിടുത്തെ ടൈഗർ സഫാരി തന്നെയാണ് കേട്ടോ. ഇവിടെ കബനിയിലെ സഫാരി മിക്കവാറും ഒരു 2-3 സഫാരി എടുത്താൽ അതിൽ ഒരെണ്ണത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ടൈഗറിനെ കാണാൻ കിട്ടും കേട്ടോ. വളരെ റെയറായിട്ട് ഒരുപാട് സഫാരി എടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. എന്നാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു മിനിമം ഒരു 3 സഫാരിയിൽ ഒരെണ്ണത്തിലെങ്കിലും വെച്ചിട്ട് നമുക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കഴുകനെ കണ്ടേ. നമ്മൾ മുന്നേ കണ്ട ആ കഴുകനല്ല, ഇത് വേറൊരു ടൈപ്പാണ്. വൈറ്റ് റംഡ് വൾച്ചർ എന്നറിയപ്പെടും. മലയാളത്തിലാണെങ്കിൽ ചുട്ടിക്കഴുകൻ എന്ന് വിളിക്കും കേട്ടോ. ഇതും നമ്മുടെ IUCNൻ്റെ അതീവ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. അതായത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. പൊതുവെ അഴുകിയ മാംസം മാത്രം കഴിക്കുന്ന ഇവ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ വയനാട് വന്യജീവി സങ്കേതത്തിലാണ് ഇതിനെ കാണുന്നത്. ലോകത്തിൽ മൊത്തം 15,000-ൽ താഴെ മാത്രമേ ഇതിൻ്റെ എണ്ണം ഉള്ളൂ കേട്ടോ. അതിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, ഒരു ലേക്ക് മുഴുവൻ താറാവാണ്. ലെസർ വിസിലിംഗ് ഡക്ക് അല്ലെങ്കിൽ ചൂള എരണ്ട എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന കാട്ടു താറാവാണ് കേട്ടോ. ഒത്തിരി എണ്ണം ഉണ്ട്. നോക്കി, ഇതിന് പറക്കാനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്ലൈയിങ് ഡക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആനിമൽ സൈറ്റിങ്സുമായിട്ട് നമ്മുടെ സഫാരി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ ആനയെ ഇഷ്ടംപോലെ കണ്ടതാണല്ലോ, ഇനിയിപ്പം കാണണ്ടെന്ന് വിചാരിച്ചാലും ഇത് ഇഷ്ടംപോലെ ആനയാട്ടോ ഇവിടെയുള്ളത്. ഒരു രക്ഷയില്ല, നമുക്ക് കണ്ടിട്ട് നിർത്താതെ പോകാനും തോന്നുന്നില്ല. കാരണം ആനയെ എത്ര കണ്ടാലും മതി വരാത്തൊരു ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുല്ലിനിടയ്ക്കൂടെ നിന്നിട്ട് ചെറുതും വലുതുമായിട്ടൊരു വലിയ കൂട്ടമാണ് കേട്ടോ. അത്യാവശ്യം എണ്ണമുള്ള ഒരു കൂട്ടമാണ്. ആ ലൈറ്റത്ത് തിളങ്ങുന്ന കണ്ടോ, തിളങ്ങുന്ന പുല്ലിനിടയ്ക്ക് നിൽക്കുന്ന ആനയെ കാണാൻ നല്ല ഭംഗിയാണ്. ഏതായാലും അധികം സമയം കളയുന്നില്ല. ഇതാണ് സ്ട്രൈപ്പ് നെക്ഡ് മംഗൂസ്. നമ്മുടെ മലയാളത്തിലെ ചെങ്കീരി എന്ന് പറയുന്ന സാധനം കേട്ടോ. അതുകൊണ്ട് അതിന് ആ ചെവി മുതൽ താഴേക്ക് കാണുന്ന ആ സ്ട്രൈപ്പ് ഇല്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ ആ പേര് വന്നേക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതായത് പെരിയാറിലൊക്കെ കാണുന്ന ഈ ചെങ്കീരിക്ക് കുറച്ചുകൂടെ ചുമന്ന കളറുണ്ട്. പിന്നെ ആനയാണെന്ന് വിചാരിക്കേണ്ട. ഇത്തവണ ആന മാത്രമല്ല, ആനയും കാട്ടുപോത്തുകളെയും കൂടെ ഒരുമിച്ച് കണ്ടതുകൊണ്ട് നിർത്തിയതാണേ. നോക്കി, ആനയും കാട്ടുപോത്തും ഒരുമിച്ച് നിന്ന് പുല്ല് മേയുന്നത്. ഏതായാലും ആനയെ കാട്ടുപോത്തിനെ ആനയ്ക്കോ വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാതെ നിന്ന് കേട്ടോ പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെരിയാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഇതിനെ കണ്ടിട്ടുണ്ട്. ടൈഗർ സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ജീപ്പുകാരുടെ അടുത്ത് നിന്ന് കോൾ വന്നതാണേ. അതായത് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരുപാട് ജീപ്പുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും വലിയൊരു തെളിഞ്ഞ മൈതാനം പോലെ സ്ഥലത്തേക്ക് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ആ പുല്ലിനിടയ്ക്ക് എവിടെയോ ടൈഗർ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും എല്ലാവരും ടൈഗറിനെ സ്പോട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കേണ്ട. ഏതായാലും ആ വലിയൊരു മൈതാനത്തിൻ്റെ അങ്ങേയറ്റത്ത് നിറയെ ആനകളാട്ടോ, ഒരു വലിയ ആനക്കൂട്ടം, ഒരൊത്ത കൊമ്പനടക്കമുള്ള, അതും കുട്ടികളൊക്കെ കൂടിയുള്ളൊരു കൂട്ടം കേട്ടോ.
ഏതായാലും നമുക്കറിയാലോ ആനകളുടെ ഗ്രൂപ്പിലെ ലീഡർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും മൂത്ത പിടിയാനി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ കൊമ്പൻ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും ആനകളെ കൊമ്പൻ ആനകളെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും മീറ്റിങ്ങിന് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ വേറെ ഏതോ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ആനയാട്ടോ, കൊമ്പനാനയാട്ടോ ഇത്. മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നേക്കുന്നതാണ്. അപ്പോൾ മിക്കവാറും ആനക്കൂട്ടങ്ങളിൽ നമുക്ക് പിടിയാനകളെ അല്ലെങ്കിൽ ചെറിയ കുട്ടിക്കൊമ്പന്മാരെയൊക്കെ കാണാൻ പറ്റത്തുള്ളേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവുന്ന ആനകളെ പുറത്താക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പുറത്താക്കപ്പെടുന്ന ആനകളൊക്കെ ഇതുപോലെ വേറൊരു കൂട്ടത്തിൽ വന്ന് ചേരുകയോ അതല്ലെങ്കിൽ ചെറിയ ബാച്ചിലർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നടക്കുകയോ ചെയ്യും കേട്ടോ. ഈ പറഞ്ഞ പോലെയുള്ള ഒരു ചെറിയ ബാച്ചിലർ ഗ്രൂപ്പിനെ, ഒരു 4-5 കൊമ്പനാനകളുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ നമ്മുടെ വാൽപ്പാറ വീഡിയോയിൽ, കുരങ്ങുമുടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്കിന്ന് കിട്ടിയേക്കുന്ന ഈ കൊമ്പൻ ഒരു 1.5 സാധനമാണേ. എന്നാ ഭംഗിയാന്ന് നോക്കി. നമ്മൾ ഈ കാണുന്നത് തൊട്ടടുത്തൊന്നുമല്ല കേട്ടോ, നല്ല ദൂരത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 800 mm സൂമിലാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ അങ്ങനെ ടൈഗറിനെ കണ്ടുപിടിച്ചെടുത്തു കേട്ടോ. കുറ്റിക്കാടിനിടയ്ക്കാണ്. ഞാൻ മുന്നേ പറഞ്ഞാൽ നമ്മൾ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളെല്ലാവരും കൂടെ ഇതിനെ സ്പോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങ് ദൂരത്തിലുമാണ്, കുറ്റിക്കാടിനിടയിലുമാണ്. അപ്പം ചെടികൾക്ക് മറവിലായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല. പുള്ളി പുറത്തിറങ്ങുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പുള്ളി പുറത്തിറങ്ങുന്നത് നോക്കിയിരുന്ന് നമ്മളെ പറ്റിച്ചിട്ട് അതേ കുറച്ചുകൂടെ അകത്തോട്ട് കയറിയിരിക്കുന്നു ദുഷ്ടൻ. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങ് അകത്തോട്ട് കയറി പോയിട്ടില്ല. അമ്പോ എന്നെ ഒരു കാഴ്ചയെന്ന് നോക്കിയേ, ടൈഗർ ചിരിക്കുന്നത് പോലെ ഉണ്ടല്ലേ. ഏതായാലും വണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയിട്ടപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ആംഗിളിൽ സംഭവം കിട്ടി കേട്ടോ. ഈ ക്യാമറയിലോട്ട് നോക്കുന്നു നോക്കിയേ. ഹൗവാ, നല്ല ദൂരത്തിലാണ്, നമ്മളെ നോക്കുന്നൊന്നും അല്ല, ഈ ഭാഗത്തേക്ക് നോക്കുന്നത് കേട്ടോ. ഇതിനങ്ങനെ പേരിട്ടിട്ടേക്കുന്ന ടൈഗറൊന്നും അല്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ് അഡൽട്ട് ആണ്. ജസ്റ്റ് പിന്നെ തള്ളയുടെ കൂടെ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റിൽ തള്ളയുടെ കൂട്ടത്തിലും ആവാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ ഇതിന്റെ സിബ്ലിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നാനാച്ചി വീഡിയോയിൽ 2 കബ്സിനെ അല്ലെങ്കിൽ സബ് അഡൽട്ടിനെ കണ്ടിരുന്നു. അതിലൊന്ന് തന്നെ ആവാനാണ് സാധ്യത. ഇത് നമ്മുടെ ആനക്കൂട്ടം ഈ കടുവ കിടക്കുന്നിടത്ത് നിന്ന് ഒരുപാട് ദൂരമൊന്നും അല്ല കേട്ടോ. പുല്ല് നിന്നുകൊണ്ട് മെല്ലെ മെല്ലെ ഇതുങ്ങൾ ഈ കടുവ കിടക്കുന്ന ഭാഗത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. ആനക്കൂട്ടം കടുവയും കണ്ടിട്ടില്ല, കടുവ ആനയും കണ്ടിട്ടില്ല. നമുക്ക് ഒരു ചെറിയ ക്ലാഷ് കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഇതൊരു സബ് അഡൽട്ട് ആവാനാണ് സാധ്യത എന്ന്. സബ് അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു 3 വയസ്സിലൊക്കെ താഴെ, 1.5 വയസ്സ് 3 വയസ്സിനിടയ്ക്കൊക്കെയുള്ള പ്രായത്തെയാണ് നമ്മൾ സബ് അഡൽട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യരുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും ഇടയ്ക്കുള്ള പ്രായം എന്നൊക്കെ പറയത്തില്ലേ. അതായത് ഇത് ഇൻഡിപെൻഡന്റ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രായത്തിലുള്ള കടുവകളെയാണ് നമ്മൾ പൊതുവെ സബ് അഡൽട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ കടുവ കിടക്കുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെ അറിയാതെ ഇവിടെ ആനക്കൂട്ടം നിന്ന് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുവാണേ. നല്ല വേനൽക്കാലത്തും ഈ പച്ചപ്പുല്ല് കിട്ടുന്നതുകൊണ്ടേ പറിച്ചിട്ട് മണ്ണ് തുമ്പിക്കയും കൊണ്ട് അടിച്ച് കളഞ്ഞ് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ആന ഭക്ഷണം കഴിക്കുന്നത്. ഏതായാലും ആശാന്റെ ലുക്കൊക്കെ കണ്ടിട്ട് വളർന്നു വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട ടൈഗർ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആശാൻ കുറച്ച് നേരമായിട്ട് എഴുന്നേക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഉടനെ തന്നെ എഴുന്നേക്കും. എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് കേട്ടോ. നമ്മുടെ ഒരു 3 മണിക്കൂറുള്ള സഫാരിയിൽ ഏകദേശം 1.5 മണിക്കൂർ നമ്മളിവിടെ മൊത്തത്തിൽ ചെലവഴിച്ചു കേട്ടോ ഈ ടൈഗറിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് മാത്രം കുടിക്കാൻ എന്തിരിക്കുന്നില്ല. അകത്തോട്ട് പോകരുത്. ഒറ്റ ഓപ്പൺ പ്ലേസിൽ അവിടെ എങ്ങാനും ഇരുന്നാലാ ചങ്കുമുട്ട വേണം. അത് ഇങ്ങോട്ടാ വരുന്നത് കേട്ടോ. എന്റെ ഫോണിൽ വീഡിയോ കിട്ടുന്നു. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നതേ ഈ ഒരു വരവിന് വേണ്ടി കേട്ടോ. അയ്യോ എന്നാ നോട്ടം നോക്കി. പുള്ളി ആ കിടന്നിടന്ന് എഴുന്നേറ്റ് മുന്നിൽ നിന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ചുകൂടെ മുന്നിലുള്ള പുല്ലിനകത്തോട്ട് വന്ന് കിടപ്പുണ്ടേ. ഇതേ നമ്മുടെ ആശാൻ ഗാസ മുനമ്പിൽ റോക്കറ്റ് ലോഞ്ചറും പിടിച്ച ആൾക്കാർ നിൽക്കുന്ന പോലെയാ കടുവയെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. കുഞ്ഞിനെ കൊണ്ടാ പോരുന്നല്ലേ. ഇപ്പം നടന്നു വന്നതിന്റെ കീഴേ നിൽക്കണ്ട്. നമ്മുടെ ആനക്കൂട്ടം മുഴുവൻ മെല്ലെ കടുവ കിടക്കുന്ന ഭാഗത്തോട് തിന്ന് കയറി പോകുന്നുണ്ടേ. ഈ കൊമ്പം മാത്രം എങ്ങോട്ടും പോയിട്ടില്ല. പുള്ളി ആ കൂട്ടത്തോട് പിണങ്ങി നിൽക്കുവാണോ എന്തോ. ഏതായാലും ആനകൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കടുവ എഴുന്നേക്കുന്നത് നോക്കിയാൽ ഞങ്ങളിരിക്കുന്നത്. ആനക്കൂട്ടം ഇങ്ങനെ എത്തുന്നതിന് മുന്നേ തന്നെ ഈ മയില് പോയിട്ട് കടുവനെ എഴുന്നേൽപ്പിക്കാനുള്ള സകല സാധ്യതയുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്ന പുല്ലിനകത്ത് എവിടെയാണ് കടുവ കിടക്കുന്നത്. അതുപോലെ ആന ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ടേ അത് അഗ്രസീവ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കടുവ ഒരുപക്ഷെ ആനക്കുട്ടിക്ക് നേരെ ചാർജ് ചെയ്യാനും. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ആന കടുവ പോരാട്ടം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ചുമ്മാ ഇരിക്കണ്ട. അതുകൊണ്ടോ 2 മൈനുകൾ ഒരെണ്ണം കൂട്ടിന്ന് ഇറങ്ങി വരുന്നുണ്ടോ.
നമ്മുടെ കൊമ്പൻ ഏതായാലും തിരിച്ച് ആനക്കൂട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് ആനകൾ നിന്നാൽ കാണത്തില്ലാത്ത രീതിയിൽ പുല്ല് വളർന്ന് നിൽക്കുക കേട്ടോ ഇവിടുത്തെ കാടുകളിൽ. അതും ഈ വേനൽക്കാലത്താണ് ഇത്രയും പുല്ല് ഒക്കെ ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആവാം ഈ ഏരിയയിൽ അല്ലെങ്കിൽ നാഗർഹോളയുടെ ചുറ്റുവട്ടങ്ങളിലൊന്നും അങ്ങനെ കൂടുതലായിട്ട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ വയനാട്ടിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൂടുതലാവാനുള്ളതിൻ്റെ ഒരു കാരണം വയനാട്ടിലെ കാടുകളിലൊക്കെ തീറ്റ കുറവാണെന്നുള്ളതാണ്. കൂടുതലായിട്ടും അധിനിവേശ സസ്യങ്ങളൊക്കെ വളർന്ന് തീറ്റയും അടിക്കാടുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലഭ്യതക്കുറവൊക്കെ ആവാം ഈ ആനകൾ അല്ലെ ബാക്കിയുള്ള ആനിമൽസൊക്കെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ളതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ കാട്ടിൽ കയറുന്നതുകൊണ്ടാണ് അല്ലെ ട്രക്കിംഗ് നടത്തുന്നതുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഈ ട്രക്കിങ്ങും സഫാരിയൊക്കെ മുന്നേ മുതൽ തന്നെ നമ്മുടെ കാടുകളിലുള്ളതാണല്ലോ. അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെയാണ് ഇതിൻ്റെ റീസൺസ്. ഈ പറഞ്ഞ നേരം കൊണ്ട് ആ മയിൽ നമ്മുടെ കടുവയുടെ തൊട്ടടുത്തെത്തിയേ. നോക്കിയേ കടുവയെ നോക്കി നിൽക്കുന്നേ. അത് തമ്മിൽ കണ്ടു കേട്ടോ. ഏതായാലും കടുവയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒരു മയിലിനെ പിടിച്ചിട്ട് തന്നെ ആവാനാണെന്നായിരിക്കും പുള്ളി വിചാരിക്കുന്നത്. മയിൽ ഏതായാലും നൈസായിട്ട് സ്കൂട്ടാവാനുള്ള പരിപാടിയാണ് കേട്ടോ. കടുവയും മയിലും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇതേ നമ്മുടെ കൊമ്പൻ പുള്ളി നേരെ നടന്നു വരുന്നത് ഈ കടുവ കിടക്കുന്ന ഭാഗത്തോട്ടാണ്. ഇതേ അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങിയാൽ ഈ ഫ്രണ്ടിൽ പുല്ലിനകത്ത് കടുവ കിടപ്പുണ്ട് കേട്ടോ. പുള്ളി ഇറങ്ങുമെന്ന് നമുക്ക് നോക്കാം. അതേ പുള്ളി മെല്ലെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അയ്യോ ഇവിടുന്ന് താഴേക്ക് മുന്നോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ അവിടെ തന്നെ കടുവ കിടപ്പുണ്ട്. പക്ഷെ ആന അറിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, മെല്ലെ അപ്പുറത്തേക്ക് വഴിമാറി പോവുക കേട്ടോ. ഏതായാലും നമ്മുടെ അത്യാഗ്രഹങ്ങളൊന്നും നടന്നില്ലെങ്കിലും ആനയുടെയും കടുവയുടെയും അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോവാണേ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ JLRൻ്റെ നാഗർഹോളയിലെ ജീപ്പ് സഫാരിയാണ് ബുക്ക് ചെയ്തേക്കുന്നത് 3 മണിക്കൂറുള്ളത്. അപ്പോൾ ഇതിന് ചാർജ് വരുന്നത് പെർ ഹെഡ് 2242 രൂപയാണ് ഒരൊറ്റ സഫാരിക്ക് വരുന്ന ചാർജ്. ഇതിനകത്ത് ക്യാമറ ഫീ ഇൻക്ലൂഡഡ് അല്ല. ക്യാമറയ്ക്കാണെങ്കിൽ ഇവിടെ കൊല്ലുന്ന ചാർജ് വാങ്ങിക്കും. ഒരു ടെലിലെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 1500 രൂപ വരെയൊക്കെ ഒറ്റ ട്രിപ്പിൽ നമ്മൾ ക്യാമറ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരുവേ. അപ്പോൾ JLRൻ്റെ ഈ ഒരു സഫാരി ബുക്ക് ചെയ്യണമെങ്കിൽ നാനാച്ചി ഗേറ്റിലും വീരണഹൊസകളിലും മാത്രമേ നമുക്ക് സഫാരി മാത്രമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കബനിയിലും ബന്ദിപ്പൂരൊക്കെ സഫാരി മാത്രമായിട്ട് കിട്ടത്തില്ല. അവരുടെ സ്റ്റേ പാക്കേജ് കൂടെ ബുക്ക് ചെയ്യേണ്ടി വരുമേ. ഇതേ വൈൽഡ് ഡോഗ്സിൻ്റെ ഒരു കൂട്ടം 1-2 അല്ല കേട്ടോ, കുറേ എണ്ണമുണ്ട്. പ്രത്യേകിച്ച് കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടി കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്ന വൈൽഡ് ഡോഗ്സിൻ്റെ. അതിലേ കളിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വൈൽഡ് ഡോഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് അല്ലെങ്കിൽ നാഗർഹോള ടൈഗർ റിസർവിൽ എപ്പോൾ വന്നാലും മിക്കവാറും കാണാൻ കിട്ടാറുള്ള സാധനമാണിത്. എന്ന് വിചാരിച്ചത് അത്ര സുലഭമായിട്ട് കാണുന്ന ഒരു സാധനമൊന്നുമല്ല കേട്ടോ. നമ്മുടെ IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ പെടുന്ന സാധനം തന്നെയാണ്. വേൾഡ് വൈഡ് മൊത്തം 2500 എണ്ണത്തിൽ താഴെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എണ്ണം. അപ്പോൾ അതിൽ കുറേ എണ്ണമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുണ്ടല്ലേ ആ പുറയിൽ കാണുന്നതെല്ലാം പപ്പീസാണ്, ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതൊരു 6-7 മാസം ആകുമ്പോൾ തന്നെ ഈ വൈൽഡ് ഡോഗ്സിൻ്റെ പപ്പീസ് ഇര പിടിച്ച് തുടങ്ങുന്നതാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇവർ ഗ്രൂപ്പായിട്ട് വലിയ ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ഇര പിടിക്കാൻ നേരത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിയും കേട്ടോ. എന്നിട്ടാണ് ഇത് ഇര പിടിക്കുന്നത്. അപ്പോൾ സംഘമായിട്ട് ചേർന്നിട്ട് വലിയ ആനിമൽസിനെ അടക്കം ആക്രമിച്ച് കീഴ്പ്പെടുത്താറുണ്ട്. അപ്പോൾ ഇവ സ്റ്റാമിനയ്ക്ക് ഭയങ്കര പേര് കേട്ടതാണ് കേട്ടോ. ഇവരുടെ ഒരുപാട് ദൂരം ആനിമൽസിനെ അല്ലെങ്കിൽ ഇരയെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള കഴിവൊക്കെ ഇവർക്കുണ്ട്. പ്രധാനമായിട്ടും മ്ലാവിനെയും മാനിനെയൊക്കെയാണ് ഇവ കൂട്ടം കൂടി പിടിക്കാറുള്ളതെങ്കിലും ചെറിയ ജീവികളെയും പിടിച്ച് തിന്നാറുണ്ട്. ഏത് ജീവിയെ പിടിച്ചാലും ഇവ പച്ചയ്ക്ക് അല്ലെങ്കിൽ ജീവനോടെ തന്നെ കഴിച്ചു തുടങ്ങും എന്നുള്ളതാണ് കേട്ടോ ഇവരുടെ ഒരു പ്രത്യേകത. അത്രയ്ക്ക് ക്രൂരന്മാരാട്ടോ ഈ കാണുന്ന ചെറിയ പുള്ളികൾ. ഇതേ ആന മണ്ണ് വാരി അടിക്കുന്നത് കിട്ടിയില്ല എന്ന് വേണ്ട, ഇതേ കിടക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ. ഈ കണ്ട സൈറ്റിങ്സ് എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ട്രിപ്പിൽ കിട്ടിയതല്ല കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് 2 ദിവസം താമസിച്ച് മൊത്തം JLRൻ്റെ 4 ജീപ്പ് സഫാരി എടുത്തായിരുന്നേ. അപ്പോൾ അങ്ങനെ അത്രയും സഫാരിയിൽ കിട്ടിയ സൈറ്റിങ്സ് കേട്ടോ ഈ വീഡിയോയിൽ മൊത്തത്തിൽ കാണിച്ചേക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് സഫാരി വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. സഫാരി മാത്രമല്ല, ഫോറസ്റ്റ് സ്റ്റേസ്, കൂടുതലും ട്രക്കിംഗ് വീഡിയോസൊക്കെയാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഓരോ ഫാമിലി ട്രിപ്പ് വീഡിയോസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ട്രിപ്സ് വരാനുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സാക്ഷാൽ പിക്കോളിൻസിൻ്റെ കൂടെ ഒരു മസൈമാര ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാമേ. അപ്പോൾ ഓൾറെഡി കോളിൻ്റെ ചാനലിൽ മസൈമാരയുടെ വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ സെയിം പാക്കേജ് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളവർ കോളിൻ്റെ ചാനലിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ മസൈമാര വീഡിയോസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുമേ. അപ്പോൾ JLRൻ്റെ ഈ സഫാരി പാക്കേജൊക്കെ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നേ ചെയ്ത റീസെൻ്റായിട്ട് ചെയ്ത കുറേ വീഡിയോസിൻ്റെ ലിങ്കും കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗിർ ഫോറസ്റ്റ് വീഡിയോ, രൺതംബോർ ഫോറസ്റ്റ് വീഡിയോ, അങ്ങനെ അവസാനം ചെയ്ത കുറേ വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സഫാരി ഓൾമോസ്റ്റ് തീർന്നു. നമ്മളിനി ചെന്നിട്ട് ചെക്കൗട്ട് ചെയ്യുകയാണ്. ചെക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ താമസിച്ച സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാമേ. നമ്മളങ്ങനെ സഫാരി കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. സഫാരി കഴിഞ്ഞ് കറക്റ്റ് 6 മണിയായപ്പോഴത്തേക്കും മൊത്തം എല്ലാവരും തിരിച്ചെത്തി കേട്ടോ. ഇതേട്ടോ നമ്മുടെ നാനാച്ചിലെ ഫേമസ് ആയിട്ടുള്ള സന്തോഷ് ചേട്ടൻ, മലയാളിയാണ് ആൾ. സന്തോഷ് ചേട്ടൻ ഒരു ഹൈ പറഞ്ഞേ. ഇന്ന് നമ്മുടെ കൂടെ സന്തോഷ് ചേട്ടനായിരുന്നേ. ഇതിപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് സഫാരിക്ക് ഉണ്ടായിരുന്നതേ കുറച്ച് കൊമ്പന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ ആശാൻ ഇതേ പുറകെ നിൽക്കുന്നുണ്ടോ? ഒരു ഹൈ പറഞ്ഞേ.
നിങ്ങളുടെ സൗണ്ടൊക്കെ ആൾക്കാരൊന്ന് കേൾക്കട്ടെ. എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പഠിച്ചോണ്ടിരിക്കുന്നു. ആശാൻ പറഞ്ഞു കേട്ടല്ലോ, പുള്ളിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. പിക്കോളിൻസ് അതെ, പേരെന്ന് പറഞ്ഞു. പക്ഷേ പേര് അഭിജിത്ത്. അഭിജിത്ത്, അശ്വിൻ, അശ്വിൻ, റോഷൻ. പറഞ്ഞോളൂ. ഷംസാദ്. അപ്പം നമ്മുടെ എന്നാ പറയണ്ടേ, ട്രാം വൈൽഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആണ് കേട്ടോ. ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അരവിന്ദ്. അപ്പോൾ ഇതെല്ലാവരും വൈൽഡ് ലൈഫ് ഇൻഡ്യൂസിയാസ്റ്റും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ 4 സഫാരി എടുത്തത് ഇവിടെ താമസിച്ചിട്ടാണ് കേട്ടോ. വൈൽഡ് ലൈഫ് റിസോർട്ട് തോൽപ്പെട്ടി. അപ്പോൾ നമ്മൾ തോൽപ്പെട്ടി സഫാരി സെൻറ്റർ എത്തുന്നതിന് മുന്നേ ആയിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത റിസോർട്ടാണ്. നമുക്ക് നാനച്ചിൽ പോയി വരാൻ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ താഴെയൊക്കെ ഉള്ളൂ. അപ്പം കംഫർട്ടബിളായിട്ട് ഇവിടെ താമസിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പോയൊക്കെ വരാം കേട്ടോ. ഇതുപോലത്തെ ഇൻഡിവിജ്വൽ കോട്ടേജസും പിന്നെ കുറേ റൂംസും ആട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കോട്ടേജിലാണ് താമസിച്ചത്. അതെ, അപ്പോൾ ഇവിടെ സഫാരിക്കോ അല്ലെങ്കിൽ തോൽപ്പെട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ നാനാച്ചിയിലോ ഒക്കെ സഫാരിക്കൊക്കെ വരുന്നവർക്കും പിന്നെ നമ്മുടെ തിരുനെല്ലി ടെമ്പിളിലൊക്കെ വരുന്നവർക്ക് സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മളൊരു മൺസൂൺ സഫാരിക്ക് പോവുകയാണേ. പോകുന്ന വഴിയിൽ കണ്ട ഒരു കിടിലൻ കാഴ്ച കേട്ടോ. ഒരു കൂട്ടം മാനുകൾ മഴ നനഞ്ഞ് നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ മുതുമഴയത്തൊരു മുതുമല സഫാരി, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പോകുന്ന വഴിയിൽ തന്നെ നല്ല പെരുമഴയാണേ. ഇപ്പോൾ മൺസൂൺ സഫാരിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇതുപോലെ മഴ പെയ്താൽ സഫാരി കുളമാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ സഫാരി സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സഫാരി സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്കും മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു, മഴ മാറിയിട്ടില്ല. അപ്പോൾ മഴയത്ത് നമ്മൾ സഫാരി മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. സഫാരി തുടങ്ങി അധികം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കണ്ടോ. റോഡിന് നടുക്ക് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ്, അതും നല്ല മഴയത്ത് മഴ നനഞ്ഞിരിക്കുന്നത്. നല്ല സൂപ്പർ കാഴ്ചയായിരുന്നു. ആനയെ കണ്ടിട്ടാണ് അങ്ങോട്ട് നോക്കുന്നത്. തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു യമണ്ടൻ കൊമ്പൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റോഡിലോട്ട് ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ടേക്ക് മാറ്റിയില്ല. കാരണം വൈൽഡ് ഡോഗ്സ് അതിനെ കണ്ടിട്ട് ഓടിപ്പോയാലോ എന്ന് വിചാരിച്ച് ആദ്യം അതിനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ക്യാമറ ഇവന്മാരെ ഫുള്ള് ഫോക്കസ് ചെയ്തിരുന്ന സമയത്ത് നല്ല ഇവരെയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കുണ്ട് ആന കയറിപ്പോയി. ശരിക്കും പ്രതീക്ഷിച്ചത് വൈൽഡ് ഡോഗ്സ് ഓടിപ്പോവും, ആന അവിടെ ഉണ്ടാവുന്നതായിരുന്നേ. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ആന പോയി. ഏതായാലും അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒരെണ്ണം മുറിവാലനാണോ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന റോഡിൻ്റെ? കണ്ടോ, കൂട്ടത്തിൽ ഒരെണ്ണത്തിൻ്റെ വാല് മുറിഞ്ഞു പോയതാണ്. പണ്ടങ്ങോ വല്ല തമ്മി വഴക്ക് കൂടിയതോ അല്ലെങ്കിൽ ഹണ്ടിങ്ങിനിടയ്ക്ക് പോയതോ വല്ലതോ ആയിരിക്കും. ഏതായാലും പുള്ളിക്കിപ്പം അതൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവന്മാർ ഒരു കൂസലും ഇല്ലാതെ നിന്ന് മഴ നനയുന്നത് കണ്ടോ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നേ റോഡിൽ തന്നെ ആയതുകൊണ്ട്. പക്ഷേ മാറാൻ ഉദ്ദേശമില്ലെന്ന് കണ്ടോടുകൂടി നമ്മൾ വണ്ടി മുന്നോട്ടെടുത്തു. നല്ല റോഡിൽ നിന്ന് മാറി തന്നു, എന്നാലും അപ്പുറത്തേക്ക് നീങ്ങി കിടക്കുക കേട്ടോ. വണ്ടി തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടും ഒരു കൂസലും ഇല്ലാതെ ഇവന്മാർ കിടക്കുന്നത് കണ്ടോ. സാധാരണ ഇങ്ങനെ വൈൽഡ് ഡോഗ്സിനെ ഇത്ര തൊട്ടടുത്ത് കിട്ടാറില്ല കേട്ടോ. വണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാരോ ഒക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ഓടി മാറാറാണ് പതിവ്. ഇവന്മാരുടെ കൂട്ടത്തിൽ പലരും ഇഞ്ചേർഡ് ആണ്. ഇതുകൊണ്ടോ ഈ ഇരിക്കുന്ന ഡോഗിൻ്റെ കൈയുടെ മുകൾ ഭാഗം ശരിക്കും മുറിഞ്ഞിരിക്കുന്നുണ്ടോ. നല്ലൊരു മുറിവുണ്ട്. മുമ്പേ കണ്ട വേറെ ഒരെണ്ണത്തിൻ്റെ വാലില്ല. ഇവന്മാരുടെ കയ്യിലിരിപ്പിൻ്റെ തന്നെയാണ് കേട്ടോ. കാരണം ഇവർ മൊത്തത്തിൽ ആള് പെശകാണെന്ന് നമുക്കറിയാമല്ലോ. വൈൽഡ് ഡോഗ്സിനെ പറ്റി മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ധാരാളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇവർ സംഘം ചേർന്ന് വലിയ ഇരകളെ ആക്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ പരിക്ക് പറ്റുന്നതോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പിടി കൂടുമ്പോഴത്തേക്കും സംഭവിക്കുന്നതൊക്കെ ആയിരിക്കാം. എന്തായാലും മിക്കവാറും മുൻപും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇൻജേർഡ് ആയിട്ടുള്ള വൈൽഡ് ഡോഗ്സിൻ്റെ കൂട്ടങ്ങളെ. മുതുമലയിൽ നമ്മളൊരു 2 മാസം മുന്നേ വന്നപ്പോഴത്തേക്കും ശരിക്കും മരുഭൂമി പോലെ കിടന്നിരുന്ന സ്ഥലമാണ്. ഫുള്ള് ഡ്രൈ ആയിട്ട് ഒരു പച്ചപ്പിൻ്റെ അംശം, പച്ചപ്പ് പോട്ടെ ഒരു ഇല പോലും ഒരു മരത്തിലും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നേ. ഇപ്പോൾ കണ്ടോ, ഒരു 2 മഴ അങ്ങ് പെയ്തപ്പോഴത്തേക്കും, 2 മഴയല്ല 2-3 ആഴ്ച മഴ പെയ്തപ്പോഴത്തേക്കും ഫുള്ള് പച്ചപ്പായി. ആ ആംബിയൻസ് മൊത്തത്തിൽ അങ്ങ് മാറിയേ. ഇത് മഴ നനഞ്ഞിരിക്കുന്ന ഒരു മൂങ്ങ, വെറും മൂങ്ങയല്ല കേട്ടോ, ഫിഷ് ഔൾ അല്ലെങ്കിൽ മീൻ കൂമൻ എന്നറിയപ്പെടുന്ന സാധനമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ തലയിട്ട് കറക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലേ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് മീനാണ് ഇതിൻ്റെ മെയിൻ ഭക്ഷണം. അതുപോലെ വെള്ളമുള്ള ഏരിയയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. എൻ്റെ കണ്ണ് നോക്കി എന്നാ
തീക്ഷ്ണ ഭാവം നോക്കി. നമ്മളിപ്പോൾ പോകുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗത്തേക്കാണ്. നമ്മുടെ ഈ മുതുമലയും അതുപോലെ ബന്ദിപ്പൂരും വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി മുത്തങ്ങയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു കാടും എല്ലാം കൂടെ ഒരൊറ്റ കാടാണ്. 3 സ്റ്റേറ്റുകളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരൊറ്റ കാടിൻ്റെ പല പല റിസർവുകളാട്ടോ ഇതെല്ലാം ഒറ്റ കാടായതുകൊണ്ട് തന്നെ ബന്ദിപ്പൂർ കിട്ടുന്നത് പോലെ തന്നെ ടൈഗർ സൈറ്റിങ്സും അല്ലെങ്കിൽ ലെപ്പേർഡ് സൈറ്റിങ്സ് ഒക്കെ മുതുമലയിലും ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യത കൂടുതലുമാണ്. പക്ഷേ ഇവിടുത്തെ സഫാരിയുടെ ഡ്യൂറേഷൻ വളരെ കുറവാണെന്നുള്ളതാണ് ഒറ്റ ഒരു പോരായ്മ. അപ്പുറത്തേക്ക് ഓടുന്നത് ആ ഫ്രണ്ടിലേ അതിൽ കയറി ഓടുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സഫാരിയുടെ ഡ്യൂറേഷൻ ഭയങ്കര കുറവാണെന്ന്. ഏത് സഫാരി എടുത്താലും നമ്മളിപ്പം ബസ്സോ അല്ലെങ്കിൽ ക്യാൻഡറോ ജിപ്സിയോ എന്തെടുത്താലും ഇവിടെ ആകെ 1 മണിക്കൂറേ സഫാരിയുടെ ഡ്യൂറേഷനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജിപ്സിയോ ക്യാൻഡറോ ആണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ എടുക്കാം. അത് 2 മണിക്കൂർ സഫാരി ആയിട്ടല്ല, നമ്മൾ 2 സ്ലോട്ടായിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ക്യാൻഡറോ ജിപ്സി ആണെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഫുള്ളായിട്ട് 2 സ്ലോട്ടിൽ അടുപ്പിച്ചുള്ള 2 സ്ലോട്ടിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സഫാരി എടുക്കാം. നമ്മളിപ്പോൾ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു യമണ്ടൻ സർപ്പൻറ്റുകൾ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണെങ്കിലും ഇത് ഇങ്ങനെ നനഞ്ഞ് കുതിർന്നതിന് മുന്നേ കണ്ടിട്ടില്ലേ? നിങ്ങളിങ്ങനെ മഴയത്ത് കാട്ടിലൂടെ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. കാരണം നനഞ്ഞു കിടക്കുന്ന കാട്ടിലൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകാൻ നല്ല രസമാണ്. ഇത് പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരു തള്ളയാനയും കുട്ടിയാനയും, അതും റോഡിനോട് തൊട്ട് ചേർന്നാണ്. വണ്ടി കൊണ്ടുപോയി നിർത്തിയേക്കുന്നത് തൊട്ടടുത്താണ്. എന്നിട്ട് ആനയ്ക്കാകട്ടെ വണ്ടിയിലിരിക്കുന്നവർക്കുമാകട്ടെ ഒരു പേടിയില്ല കേട്ടോ. കാരണം ഇത് സ്ഥിരമായിട്ട് വണ്ടികളെയൊക്കെ കാണുന്നതാണ്. നോക്കി കുട്ടിയാന ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ചെറുതല്ലേ. ഇത് തള്ളയാനയ്ക്കാണെങ്കിലും അങ്ങനെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. കുട്ടി കൂടി ഉണ്ടെങ്കിൽ സാധാരണ ഇത്രയും അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അഗ്രസീവ് ആവാറുള്ളതാണ്. പക്ഷേ ഈ സഫാരി വാഹനങ്ങൾ സ്ഥിരം കാണുന്നതായതുകൊണ്ട് തന്നെ ഇതങ്ങനെ അതിനെ ഉപദ്രവിക്കുന്ന സാധനമൊന്നും അല്ലെന്ന് ഇതിനറിയാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലാതെ ഒട്ടും അഗ്രസീവ് അല്ലേ. ആന സാധാരണ ദേഹത്ത് ചെളി വാരി അടിക്കുന്നത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓടിക്കാനും ഒക്കെ ആയിട്ടാണ്. ഇതിപ്പോൾ ഈ പെരുമഴയത്ത് എന്തിനാണ് മേത്ത് ചെളിവാരി അടിച്ചേക്കുന്നത്? മിക്കവാറും മഴയ്ക്ക് മുന്നേ അടിച്ച മണ്ണ് ചെളിയായതായിരിക്കും അല്ലേ. നമ്മൾ ആനയെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള 2-3 സഫാരി ജീപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അവർ ആനയെ കാണട്ടെ, നമുക്ക് മെല്ലെ നീങ്ങിക്കൊടുക്കാം. ഇതേ മഴയൊക്കെ അങ്ങോട്ട് മാറി ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ടേ. തെളിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, സംഭവം മൂടിക്കിടക്കുകയാണ്. പക്ഷെ മഴ കംപ്ലീറ്റ് മാറി കേട്ടോ. ഇതേ മുന്നോട്ട് പോയപ്പോഴത്തേക്കും സഫാരി ബസ്സിന് വട്ടം വെച്ചിട്ട് പീലി വിരിച്ച് കാണിച്ചു കൊടുക്കുന്ന മയിലിനെ കണ്ടോ? എന്നാ പിടിച്ചോ, ബസ്സുകാർ തന്നെ ആക്കണ്ട, നിങ്ങളും കുറച്ച് കാണുമെന്നും പറഞ്ഞതേ നമുക്ക് നേരെ തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? എന്നാ കാഴ്ചയല്ലേ, മയില് പീലി വിരിച്ച് നിൽക്കുന്നു, അതും വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിലെ. ഔവാ പൊളിച്ചു. എന്നാ മൊത്തം കണ്ടേച്ച് പോയാൽ മതി എന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ മയില്. സഫാരി ടൈം ആകെ 1 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ബസ്സുകാരൻ വണ്ടി മെല്ലെ മുന്നോട്ടെടുത്ത് അധികം നേരം കാണാൻ സമയമില്ല. എന്നാൽ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള ഭാവത്തിൽ മയില് മെല്ലെ പീലി മടക്കി അങ്ങ് മാറിക്കൊടുത്തു കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുതുമല സഫാരിക്ക് വരുന്നവർ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും സേഫ്. മിക്കവാറും ഇവിടെ കൗണ്ടറിൽ ബുക്കിംഗ് അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്. എന്നാലും ഇത്രയും ദൂരം വരുമ്പോഴത്തേക്കും സേഫർ സൈഡിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. 6 മണി മുതൽ ഒരു 10-11 മണി വരെയൊക്കെ രാവിലെ സഫാരി ടൈം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ ഒരു 3 മണി മുതൽ ഒരു 5:30-6 മണി വരെയൊക്കെ ഇവിടെ സഫാരി ഉണ്ടാവാറുണ്ട്. അപ്പോൾ വരുന്ന മിക്കവാറും ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാറുണ്ട്. എന്നാൽ പോലും ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ നല്ലത്. ഇത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സാധനത്തെ കണ്ടോ? ഒരു ഭീകര സൈസുള്ള കാട്ടുപോത്തെ. എനിക്ക് തോന്നുന്നത് ഒരു ടണ്ണെങ്കിലും കാണുമെന്ന് തോന്നേ. ഒരു ഒറ്റയാൻ കാട്ടുപോത്ത്. അപ്പോൾ മുന്നേ ഞാൻ ഒറ്റയാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു, ആനയല്ലേ ഒറ്റയാൻ എന്ന് പറയാൻ. ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഒറ്റയ്ക്ക് നടക്കുന്നത് എന്നേ ഉള്ളൂ. ഇപ്പം ഒറ്റയാൻ കാട്ടാനയാവാം, കാട്ടുപോത്താവാം, അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന എന്തിനേയും നമുക്ക് ഒറ്റയാൻ എന്ന് വിളിക്കാം. എന്നാൽ ഇനി കുറച്ച് നേരം നമ്മുടെ ഒറ്റയാൻ്റെ നടപ്പൊന്ന് ആസ്വദിച്ച് നോക്കിയ കാടിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട്.
നോക്കി എന്നാ സൗന്ദര്യമാണ്. നമ്മുടെ മിസ്റ്റർ മുതുമലയാണെന്ന് തോന്നുന്നേ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഒരു ടണ്ണിന് മുകളിൽ കാണുമെന്ന്. ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. കാട്ടുപോത്തുകൾ സാധാരണ ഒരു ടൺ 1.5 ടണ്ണൊക്കെ വലിയ കാട്ടുപോത്തുകൾ വളരാറുണ്ട്. അപ്പോൾ ഇതെന്താണെങ്കിലും 1 ടണ്ണിന് മുകളിലുണ്ട്. കാരണം നമ്മൾ കാണാറുള്ളതിൽ വെച്ചിട്ട് നല്ല വലിപ്പം കൂടിയ ഒരെണ്ണം തന്നെയാണ്. അപ്പോൾ ഈ കാട്ടാനകളെ പോലെ തന്നെയാണ് കാട്ടുപോത്തുകളുടെയും ഒരു സ്വഭാവം. പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നടക്കാറാണ് പതിവ്. മീറ്റിങ്ങിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കൂട്ടത്തിൻ്റെ കൂടെ കൂടാറുണ്ട്. നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത് ക്യാൻഡറാണ്. 10 പേർക്കോളം ക്യാൻഡറിൽ അറ്റ് എ ടൈം സഫാരിക്ക് പോകാൻ പറ്റും. അതല്ലാതെ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജിപ്സിയാണ്. ജിപ്സിയിൽ 6 പേർക്കാണ് കേട്ടോ അറ്റ് എ ടൈം പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ ക്യാൻഡറിൽ പുറകിലത്തെ 4 സീറ്റുകൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. മിഡിൽ റോയും ഏറ്റവും ഫ്രണ്ട് റോയും ക്ലോസ്ഡ് ആണ്, നമ്മുടെ ജീപ്പിൻ്റെയൊക്കെ പോലെ. പക്ഷേ അതിനകത്ത് നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് പുല്ല് മേയുന്നുണ്ടോ. നമ്മുടെ ആനയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ കാട്ടുപോത്തും കൂട്ടവും വണ്ടികളൊക്കെ ആയിട്ട് സഫാരി വാഹനങ്ങളൊക്കെ ആയിട്ട് നല്ല പരിചയമായതുകൊണ്ട് തന്നെ അങ്ങനെ പേടിയൊന്നും കൂടാതെ നിന്ന് പുല്ല് മേയുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ കാട്ടുപോത്തെന്ന് പറയുമ്പോഴത്തേക്കും ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ഗവർണെ തന്നെയാണ് കാട്ടുപോത്തെന്ന് ഞാൻ വിളിക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, മലയാളികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിനെ കാട്ടുപോത്തെന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാട്ടി എന്ന് വിളിക്കുന്നതും ഈ സാധനത്തെ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് മുതുമല സഫാരിക്ക് വരുന്നവർക്ക് മെയിനായിട്ട് 2-3 വഴികളാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ട്രിവാൻഡ്രം സൈഡ് അല്ലെങ്കിൽ എറണാകുളം, തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഏറ്റവും എളുപ്പം നിലമ്പൂർ വഴിക്കടവ് അതുവഴി നാടുകാണി ചുരം വഴി കയറിയിട്ട് ഗുഡല്ലൂരെത്തി അവിടുന്ന് മുതുമലയ്ക്ക് വരുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതേസമയം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് വയനാട് സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ കൽപ്പറ്റ വഴി വന്ന് ഗൂഡല്ലൂരിലേക്ക് വരുന്നതാണ്. ഗൂഡല്ലൂരിൽ നിന്ന് മുതുമലയ്ക്ക് പോകുന്നതാണ് എളുപ്പം. ഇനി അഥവാ കുറച്ച് കാട്ടിലൂടെയൊക്കെ പോകണമെന്ന്, കൂടുതൽ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് മുത്തങ്ങ വഴിയും പോകാം. മുത്തങ്ങയിൽ നിന്ന് ഗുണ്ടൽപേട്ട് എന്ന്, ഗുണ്ടൽപേട്ടിൽ നിന്ന് ബന്ദിപ്പൂർ വന്ന് അവിടുന്ന് മുതുമലയിലോട്ട് വരാൻ പറ്റുമേ. ഇതേ മഴ നനഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു മയിലിനെ കണ്ടോ. മയിലിന് നമ്മൾ നിലത്തൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാട്ടോ മരത്തിലിരിക്കുന്നത് കാണാൻ. ഇത് മുമ്പേ കണ്ട പോലെ വീണ്ടും വലിയൊരു കാട്ടുപോത്തിൻ്റെ കൂട്ടം. മുമ്പേ കണ്ടതിനെക്കാട്ടിലും വലിയൊരു കൂട്ടമാണ്. കുറച്ചുകൂടെ നിരന്ന സ്ഥലത്തുമാണ്. ഒരുപാട് എണ്ണമുണ്ട് കേട്ടോ. ചെറിയ അതും വലുതുമൊക്കെ ആയിട്ട് കുട്ടികളുമൊക്കെ ആയിട്ട് ഒത്തിരി എണ്ണമുണ്ട്. നോക്കി ഒരു ഈപ്പിരി എന്നാ രസമല്ലേ. തള്ളപ്പശു കിടാവിനെ നക്കി കൊടുക്കുന്ന പോലെ കാട്ടുപോത്ത് അതിൻ്റെ കുഞ്ഞിനെ നക്കി കൊടുക്കുന്നതുണ്ട്. പശുക്കിടാവല്ലെന്ന് പറയത്തേ ഇല്ല കേട്ടോ. നല്ല സാമ്യമുണ്ട് ചെറുതിന്. ഇതേതായാലും നമ്മൾ മുന്നേ കണ്ട കൂട്ടം പോലെയല്ല കേട്ടോ. ജീപ്പിൻ്റെ സൗണ്ട് കുറച്ച് അടുത്ത് കേട്ടപ്പോഴത്തേക്കും എല്ലാം കൂടെ മെല്ലെ കാട്ടിലേക്ക് കയറി പോകുന്നതുണ്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇന്ന് ഈ സഫാരിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു 4-5 പേര് കൂടെ ഉണ്ട്. അതിൽ നമ്മുടെ ആശാനുണ്ട് കേട്ടോ. ആശാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ സാക്ഷാൽ പിക്കോളിൻസ് വൈബിലെ കോളിൻ. അപ്പോൾ ഇത് കോളിൻ ഞാനും കൂടി അടുത്തിടയ്ക്ക് പുതിയതായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. സഫാരി വിത്ത് പിക്കോളിൻസ് വൈബ് ആൻഡ് ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ നമ്മൾ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പ്, ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മാസായിമാരെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ട്രിപ്പുകൾ ഇനി വരാനുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഞങ്ങളുടെ 2 പേരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ ഇതുപോലത്തെ ഫ്യൂച്ചർ ട്രിപ്പുകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ വരുന്നതായിരിക്കുമേ. നോക്കിയൊരു ചെറിയ പക്ഷി, റോക്ക് ബുഷ് ക്വെയിൽ എന്ന് പറയും കേട്ടോ. പാറവരിക്കാട എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു കാട വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കേട്ടോ. കല്ലിന്റെ അതേ കളറായിട്ട് ഒളിച്ചിരിക്കുക, കാണുന്നില്ല. ഇത് ഒരു ഹനുമാൻ ലങ്കൂർ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതുണ്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന ഒരു 4 ടൈപ്പ് കുരങ്ങന്മാരിൽ ഒരാളാണ് കേട്ടോ ഈ ഹനുമാൻ ലങ്കൂർ അല്ലെങ്കിൽ ഗ്രേ ലങ്കൂർ എന്നറിയപ്പെടുന്ന ഈ ഒരു കുരങ്ങൻ. ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ സിംഹവാലൻ കുരങ്ങൻ അല്ലെങ്കിൽ ലൈൻ ടൈൽഡ് മക്കാക്ക് എന്നറിയപ്പെടുന്ന ഒരു ഇനവും, അതുപോലെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സാധാരണ കുരങ്ങ് കോമൺ മക്കാക്ക്, പിന്നെ ഉള്ളത് കരിങ്കുരങ്ങ കേട്ടോ. അതിനെ നീൽഗിരി ലങ്കൂർ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കാടിൻ്റെ പ്രത്യേകത കണ്ടോ. നമ്മുടെ ഈ സഫാരി റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ അധിനിവേശ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നതൊക്കെ നശിപ്പിച്ച് സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ടേക്കും കേട്ടോ. അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല അവിടെ ഇഷ്ടംപോലെ പുല്ല് വളരും. അപ്പോൾ അധിനിവേശ സസ്യങ്ങൾ നിൽക്കുന്നിടത്ത് സാധാരണ പുല്ലോ ഒന്നും വളരത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുല്ല് വളരുന്നതുകൊണ്ട് അനിമൽസ് വന്ന് നിൽക്കും. അവയെ നമുക്ക് സഫാരി പോകുമ്പോഴൊക്കെ കാണാനൊക്കെ പറ്റുമേ. നമ്മുടെ ബന്ദിപ്പൂരും അതുപോലെ നാഗർഹോളയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ മുത്തങ്ങ, തോൽപ്പെട്ടി കാടുകളിൽ മാത്രം ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവിടെ ഇപ്പം സൈറ്റിങ്സ് ഒക്കെ കുറവ്. ഇത് കണ്ടോ, പനങ്കാക്ക, ഇന്ത്യൻ റോളർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടും. നമ്മുടെ കർണാടക, ഒറീസ, ആന്ധ്ര അല്ലെങ്കിൽ തെലങ്കാന ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ സംസ്ഥാന പക്ഷി കൂടിയാണ് കേട്ടോ ഈ ഇന്ത്യൻ റോളർ. ഞങ്ങളിത് മെയ് മാസത്തിൽ നടത്തിയ സഫാരി ആയിരുന്നേ. ആ സമയത്ത് മുതുമലയിൽ പോകുന്നവർക്ക് ഇ പാസ് നിർബന്ധമായിരുന്നു. മുതുമലയല്ല ആക്ച്വലി,
നീൽഗിരി, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുന്നവർക്കാണ് ഈ പാസ് വേണ്ടിയിരുന്നത്. പക്ഷേ ഈ മുതുമലയും നീൽഗിരിയുടെ ഭാഗമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഈ പാസ് നിർബന്ധമാണ്. അത് ജൂൺ 30 വരെയാണ് നിലവിലുള്ള ഓർഡർ പ്രകാരം ഈ പാസ് വേണ്ടത്. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നീൽഗിരി ഈ പാസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ലിങ്ക് കിട്ടും. അതിൽ കയറിയിട്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും ആൾക്കാരുടെ എണ്ണമൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും പാസ് ഇഷ്യൂ ചെയ്ത് കിട്ടും. നമ്മുടെ സഫാരി ജീപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇതേ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ആളെ കണ്ടോ? ഒരു യമണ്ടൻ ആന. സഫാരി ജീപ്പ് കണ്ടതുകൊണ്ടാണ് തോന്നുന്നത് മെല്ലെ റോഡിൽ നിന്ന് മാറി സൈഡിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ആനയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കൂട്ടം മാനുകൾ പോകുന്നുണ്ടോ? ആന വരുന്നത് കണ്ടുകൊണ്ട് വഴിയിൽ നിന്ന് മാറി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു ഈ മാനുകൾ. സഫാരി വണ്ടി വന്നപ്പോഴത്തേക്കും വഴിയിൽ നിന്ന് മാറത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നേ. പുള്ളി കുറച്ച് നേരമായിട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് വണ്ടിക്ക് പാരലായിട്ട് ഇങ്ങനെ നടന്നു പോവുക കേട്ടോ. നോട്ടം കണ്ടോ? അപ്പോൾ ഞാൻ വിചാരിച്ച ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യുമെന്ന്. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് വലിയ ഉപദ്രവത്തിനൊന്നും പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം പുള്ളി മെല്ലെ അങ്ങോട്ട് മാറിപ്പോയേ. ഈ മുതുമലയിൽ ഒരുപാട് ആനകളുണ്ട് കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സഫാരി നടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനയെ കാണാൻ സാധ്യതയുള്ള സ്ഥലം ഈ മുതുമല ടൈഗർ റിസർവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ എപ്പോൾ വന്നാലും ആനയെ കണ്ടിട്ടുണ്ട്. ആനയെ കാണാണ്ട് പോകേണ്ടി വരാറേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു എലഫന്റ് ക്യാമ്പും കൂടെ ഉണ്ട് ഇതിനോട് തൊട്ടടുത്ത്, തെപ്പേക്കാട് എലഫന്റ് ക്യാമ്പ് എന്ന പേരിൽ. അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ ആനയൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റിവിറ്റിയിലുള്ള എലിഫൻസ് ആയതുകൊണ്ട് എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇതേ ഒരു ഉടുമ്പ്, മോണിറ്റർ ലിസാർഡ്. ആദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് എന്നാ പരിപാടിയെന്ന് മനസ്സിലായില്ല. പക്ഷെ ആശാൻ ഓടി നടന്ന് ഭക്ഷണം കഴിക്കും കേട്ടോ. തീറ്റ തന്നെയാണ് സംഭവം. ഈയാമ്പാറ്റകളില്ലേ, അതായത് ഈയലെന്ന് പറയും. അപ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെ മഴ പെയ്തതുകൊണ്ട് ഒരുപാട് പറന്ന് നടപ്പുണ്ട് കേട്ടോ. ഒത്തിരി ഏരിയ മുഴുവനുണ്ട്. ഓടി നടന്ന ആശാൻ തീറ്റപ്പെടുത്തുവാണ്. ചാടിയും മറിഞ്ഞുമൊക്കെയാണ് കേട്ടോ പിടിക്കുന്നത്. ഇത് ഒരു കുരങ്ങനെ വരുന്ന ഈയലിനെ പിടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. കുരങ്ങന്മാർ പൊതുവെ വെജിറ്റേറിയൻസ് ആണെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ കേട്ടോ. ഇത് ഈയലിനെയൊക്കെ പിടിച്ച് തിന്നുന്നുണ്ട്. ഉടുമ്പും കുരങ്ങും നേർക്കുന്നവരാണോ? പുള്ളി ഇപ്പോഴാണ് കണ്ടേ. മുതുമലയിലെ സഫാരിക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ക്യാൻഡർ, അല്ലെങ്കിൽ ജിപ്സി, പിന്നെ അതും അല്ലെങ്കിൽ മസ്റ്റ, ഒരു മിനി ബസ്സാണ്. അപ്പോൾ ഈ മിനി ബസ്സിൻ്റെ ചാർജ് വരുന്നത് പെർ ഹെഡ് 340 രൂപയാണ്. അതേസമയം ക്യാൻഡർ അല്ലെങ്കിൽ ജിപ്സി ബുക്ക് ചെയ്യണമെങ്കിൽ 4200 രൂപ അതിൻ്റെ റെൻറ്റ് കൊടുക്കണം. അതുകൂടാതെ പെർ ഹെഡ് 130 രൂപയും കൂടെ അടയ്ക്കണം. ക്യാൻഡറിലാണെങ്കിൽ 10 പേരോളം അറ്റ് എ ടൈം പോകാൻ പറ്റും. ഇപ്പം 10 പേരുണ്ടെങ്കിൽ ഈ 4200 രൂപ കൂടാതെ 1300 രൂപ 10 പേരുടെ ചാർജ് 130 രൂപ വെച്ച് പെർ ഹെഡ് കൂടെ ചേർത്ത് കൊടുക്കണം. ജിപ്സിയിലാണെങ്കിൽ മാക്സിമം 6 പേർക്കാണ് കേട്ടോ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ മുന്നേ കണ്ട ഇന്ത്യൻ റോളർ തന്നെയാണ്, പനങ്കാക്ക. ഇതിവിടെ ഒരുപാട് എണ്ണം ഉണ്ട്. നമ്മൾ മുന്നേ PG പാളയം സഫാരി ചെയ്തപ്പോൾ അവിടെ ഒരുപാട് യൂറേഷ്യൻ ഹുപ്പു ഇതിനെ കണ്ടില്ലേ, അതുപോലെ ഇവിടെ ഒരുപാട് പനങ്കാക്കകളുണ്ട് കേട്ടോ. ഇത് പറക്കുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. റെഡ് ഹെഡഡ് വൾച്ചർ, അല്ലെങ്കിൽ മലയാളത്തിൽ കാതിലക്കഴുകൻ എന്ന് പറയും. IUCN റെഡ് ലിസ്റ്റിൽ പെടുന്ന കേട്ടോ. നമ്മുടെ ഒട്ടുമിക്ക കഴുകന്മാരും ഇതുപോലെ വംശനാശ ഭീഷണിയുടെ വക്കിലുമാണ്, IUCN റെഡ് ലിസ്റ്റിലുമാണ് കേട്ടോ. അതിൽ പെടുന്നതാണിത്. നമ്മുടെ മുന്നത്തെ നനച്ചി വീഡിയോയിൽ നമ്മളിതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ സഫാരിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് 1 മണിക്കൂറത്തേക്കാണ് കേട്ടോ. അതാണ് നമ്മുടെ ബാക്കിയുള്ള സഫാരിയും ഇവിടുത്തെ സഫാരിയും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. ഇവിടെ സഫാരി ആകെ 1 മണിക്കൂർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ഈ ക്യാൻഡറും ജിപ്സിയൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് 2 സഫാരി ബുക്ക് ചെയ്യാം. അങ്ങനെ അടുപ്പിച്ച് 2 സഫാരി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ 2 മണിക്കൂർ സഫാരി ചെയ്യാവേ. ഇത് നമ്മൾ മുതുമലയിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ മോയാർ വാട്ടർഫോൾസ്. അപ്പോൾ അവിടെ ചില സഫാരി പോകുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവരും. സഫാരി പല റൂട്ടിലുണ്ട് ഇവിടെ. ചിലപ്പോൾ സഫാരി പോകുന്നത് നമ്മൾ മുതുമല ടൈഗർ റിസർവ് ആ ബുക്കിംഗ് ഓഫീസിൻ്റെ ഒക്കെ പുറകിലുള്ള ആ ഭാഗത്തേക്കായിരിക്കും. അതല്ല റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡിലേക്കാണെങ്കിൽ മിക്കവാറും ഈ ഒരു വാട്ടർഫാളിൻ്റെ ഏരിയയിലേക്ക് വരും. നമുക്ക് ഇവിടെ ഇറങ്ങി കാണാനൊക്കെ പറ്റുമേ. അപ്പോൾ മസനഗുഡി ഭാഗത്തു നിന്ന് വരുന്ന മോയാർ റിവറിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ മോയാർ വാട്ടർഫാൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വളരെ ഫേമസ് ആണ്. ഇതിൻ്റെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ. നല്ല ശക്തിയിൽ ഒരുപാട് ഹൈറ്റിൽ നിന്ന് വീഴുന്ന ഒരു നല്ല വെള്ളച്ചാട്ടം. അപ്പോൾ
അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ട്രിപ്പിലുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ഒന്ന് പരിചയപ്പെടാവേ. വരുന്നു പോൾ, മാത്യൂസ്, ജിജു, പിന്നെ നമ്മുടെ ആശാൻ ആൻ. ഇത്ര പേരായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ കൂടെ ട്രിപ്പിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ സഫാരി തുടരുവാണ്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ ക്യാൻഡറിൻ്റെ ഉൾവശം. 2 റോ ഇതുപോലെ കവേർഡാണ്, അതുപോലെ പുറകുവശത്ത് ഓപ്പണുമാണ് കേട്ടോ. ഞാൻ ഇത്രയും നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പുറകിലിരുന്നാണ്. ഇത് ഇപ്പോൾ അകത്ത് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശാനാണ് കേട്ടോ. ആശാന് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. ഇവിടെ ഒരുപാട് മരംകൊത്തികളുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോഴാണ് ഒരെണ്ണത്തിനെ വീഡിയോയിൽ കിട്ടിയതെന്ന് മാത്രം. സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് പെക്കർ, അല്ലെങ്കിൽ മലയാളത്തിൽ മഞ്ഞക്കാഞ്ചി മരംകൊത്തി എന്നറിയപ്പെടുന്ന ഒരെണ്ണമാണ് കേട്ടോ ഇത്. നമ്മുടെ സഫാരിയുടെ സമയം ഏകദേശം തീരാറായി കേട്ടോ. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഫാരി അല്ല നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. നമ്മൾ മൊത്തം 4 സഫാരി, രാവിലെയും വൈകിട്ടുമായിട്ട് 4 സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാൻഡറിൽ. അപ്പോൾ ആ ഒരു 4 സഫാരിയിൽ കിട്ടിയേക്കുന്ന സൈറ്റിങ്സ് ഒക്കെ കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. നമ്മളിനി നേരെ തിരിച്ച് മസനഗുഡിയിലാണ് സ്റ്റേ എടുത്തേക്കുന്നത്. അവിടെ ചെന്ന് ചെക്കൗട്ട് ചെയ്ത് മോയാർ വഴിയൊക്കെ ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു പോരാനാണ് കേട്ടോ പ്ലാൻ. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ mudumalaiTigerReserve.com എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ സഫാരി ബുക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് റിസ്ക് എടുക്കാൻ നിൽക്കാതെ ബുക്ക് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ വന്നാലും കിട്ടാൻ സാധ്യതയുണ്ട്, എങ്കിൽ പോലും ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ സേഫ്. ഇത് നമ്മൾ സഫാരി സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് മസനഗുഡി റൂട്ടിൽ വന്ന് അവിടുന്ന് മോയാർ റൂട്ടിൽ ഒരു ചെറിയ ഡ്രൈവൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മസനഗുഡിയിലെത്തിയ നമ്മുടെ സ്റ്റേയിൽ. ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന വൈൽഡ് വേസ് ഹോം സ്റ്റേ. നമ്മുടെ മസനഗുഡി ടൗണിൽ നിന്ന് ഒരു 3/4 കിലോമീറ്റർ ഇങ്ങോട്ട് മാറി വന്നാൽ മതിയേ. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ മിക്കവാറും ആനയും പുലിയും കരടിയൊക്കെ നടന്നു പോകുന്ന വീഡിയോസ് ഇടയ്ക്ക് CCTVയിൽ നിന്ന് എടുത്ത് ഇവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഒരു തരക്കേടില്ലാത്ത ഹോം സ്റ്റേ ആണ്, വലിയ കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മസനഗുഡിയിൽ വരുന്നവർക്ക് സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. മലയാളികൾ നടത്തുന്ന ഒരു സ്റ്റേ തന്നെയാണ് കേട്ടോ. കയറി വരുന്ന ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ മുകളിലായിട്ട് 2 റൂം, കുറച്ച് പുറകിലായിട്ട് വേറെ 2 റൂമും കേട്ടോ. ഇത് കേട്ടോ നമ്മുടെ റൂം. ഇത് ഒരു 2 ബെഡുള്ള, അതായത് 4 പേർക്ക് താമസിക്കാവുന്ന റൂമാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ 2 റൂമും, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി താമസിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇതുപോലത്തെ 2 റൂമും പിന്നെ സിംഗിൾ ബെഡുള്ള 2 റൂമും കേട്ടോ ഇവിടെ ഉള്ളത്. 3 റൂമുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് മുതുമലയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഗുഡല്ലൂർ, അവിടുന്ന് നാടുകാണി ചുരം വഴി നിലമ്പൂർ, തൃശ്ശൂർ, എറണാകുളം, അതാണ് കേട്ടോ പ്ലാൻ. ഇതുപോലത്തെ ഒരുപാട് ട്രിപ്പുകൾ ഇനിയും വരാനുണ്ട് കേട്ടോ. അതായത് ട്രാവൽ വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ ഇനിയും കുറേ പുതിയ സ്ഥലങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഒരുപാട് ട്രക്കിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് സഫാരി വീഡിയോസ്, ഡീപ്പ് ഫോറസ്റ്റ് സ്റ്റേ വീഡിയോസ്, അല്ലെങ്കിൽ നേച്ചർ റിലേറ്റഡ് ട്രാവൽ വീഡിയോസ് ഒക്കെ ചാനലിൽ ഒത്തിരി ഉണ്ട്. ഇനി ഇതുപോലത്തെ തന്നെ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഇതുപോലത്തെ തന്നെ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അതായത് ഫേസ്ബുക്ക് പേജിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഫോട്ടോസും ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ ഒരുപാട് റീൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ .green_ ചാനൽ എന്നാണ് കേട്ടോ ഇൻസ്റ്റ ID. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ. ഇന്ന് കബനിലേക്ക് ഒരു സഫാരി പോവാണേ. ആനയും കടുവയും കാട്ടുപോത്തും മാനും മ്ലാവും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു അടിപൊളി വൈൽഡ് ലൈഫ് സഫാരി. കൊമ്പൻ്റെ വരവ് കണ്ടോ, എന്നെ തലയെടുപ്പല്ലേ. കടുവയെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കബനിക്ക് വരുന്നത്. ഏതായാലും ഈ സഫാരിയിൽ നമുക്ക് അതും സാധിച്ചു കേട്ടോ. ഒരുപാട് നേരം കിട്ടി. അതുപോലെ തന്നെ ആരെയും മൈൻഡ് ചെയ്യാതെ, സഫാരി ബസ്സിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്ന ഒരു ആന ഫാമിലി, ഒരു കുഞ്ഞി കുട്ടിയുണ്ട് കേട്ടോ കൂട്ടത്തിൽ. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ ഇപ്പം നേരിട്ട് കണ്ടു. എന്നാത്തിനാന്ന് അറിയത്തില്ല, കുറേ നേരം ഇവർ രണ്ടും കൂടെ വഴക്കുടങ്ങിയിട്ട്. ഇത്രയും സഫാരി വാഹനങ്ങൾ വന്ന് ചുറ്റും നിന്നിട്ട് വല്ല പുലിക്കൊണ്ടൊന്ന് നോക്കി റോഡിനൊട്ട നടുക്ക കിടക്കുന്നത് കേട്ടോ. കാണുമ്പോൾ നല്ലൊരു സമാധാനപ്രിയനും സുന്ദരനാന്നൊക്കെ തോന്നിച്ചെങ്കിലും വണ്ടിക്ക് നേരെ ഒറ്റ വരവ് വന്നേ പേടിച്ചു പോയി. എന്നാ ക്യൂട്ടല്ലേ. ഈ കാട് മുഴുവൻ ഒരുപാടെണ്ണം ഉണ്ട്. ഒത്തിരി മാൻകൂട്ടങ്ങളെ കാണാം. നടപ്പിനിടയ്ക്ക് നിർത്തിയിട്ട് നമുക്ക് നേരെ നോക്കി നിന്നിട്ട് ഇന്നടാ മക്കളെ എടുത്തോ ഫോട്ടോ എന്ന് പറഞ്ഞൊരു പോസ് വന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ കബനിക്ക് പോകുന്നത് സാധാരണ നമ്മൾ പോകുന്ന റൂട്ട് വഴിയല്ല. സാധാരണ പോകുന്നത് മാനന്തവാടി,
ബാവലി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കാക്കനക്കോട്ട സഫാരി സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ എൻ്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ണൂർ ഇരിട്ടി, അതുപോലെ വീരാജ്പേട്ട, ഗോണിക്കുപ്പ വഴി ഗോണിക്കുപ്പയിൽ നിന്ന് തിരിഞ്ഞിട്ട് നമുക്ക് നാഗർഹോളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ചെക്ക് പോസ്റ്റാണ്. അതുവഴി കയറിയതിന് കാരണം വേറെ ഒന്നുമല്ല, ബാവലി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സൈറ്റിങ്സ് ഒന്നും കിട്ടാറില്ല. എന്നാൽ ഈ റൂട്ടിൽ കാട്ടിക്കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സൈറ്റിങ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഏത് വഴി വന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാഗർഹോളിലേക്കുള്ള എല്ലാ ചെക്ക് പോസ്റ്റും 6 AM to 6 PM വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്നവർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുണ്ട്, അവിടെ നിർത്തിക്കൊടുക്കും. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഓടിക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് വഴി കയറുമ്പോൾ ഇതിലെ അധികം വണ്ടികളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സൈറ്റിങ്സിന് ചാൻസ് ഉണ്ട്. കാട്ടിക്കൂടെ ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു ദൂരം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ക്രോസ് ചെയ്യണം. അതുകൊണ്ട് വഴിയിൽ എവിടെയും നിർത്തരുത്. ഈവൻ ആനിമൽ സൈറ്റിങ്സ് കിട്ടിയാലും ഉണ്ടോ, ആനയ്ക്ക് ഇത് ഗർഭിണിയാണെന്ന് തോന്നുന്നു, നമ്മുടെ വരവ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ നിർത്തി ശല്യം ചെയ്യാൻ നിൽക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ റോഡിലും റോഡിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ മൃഗങ്ങൾ കാണും. പ്രത്യേകിച്ച് മാനുകളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ച് മാത്രം കാട്ടിലൂടെ വണ്ടി ഓടിക്കണം. പുറകിൽ അതോ കുഞ്ഞാണോ? അതിൻ്റെ കുഞ്ഞാ ഫ്രണ്ടിൽ ആന നിൽക്കുന്നത്, കുറേ ആനയല്ലേ നിൽക്കുന്നത്, അത് പോത്ത് തന്നെയാണ്. അതും പോത്താം. അതിൻ്റെ ഒരു കുഞ്ഞ് ചെറുതുണ്ടാ. ഇപ്പോൾ റോഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിയാവുമോ? ചിലപ്പം ഉണ്ടോ. നമുക്കൊടുവിൽ കാട്ടുപോത്തിനെയും കിട്ടിയേ. കുഞ്ഞുണ്ട്, ഒരു അപ്പുറത്ത് 2-3 നിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാട്ടിലൂടെയുള്ള യാത്ര മാത്രമേ ഉള്ളൂ. നാളെയാണ് നമ്മൾ കബനിയിലെ സഫാരി എടുക്കുന്നത്. നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കാട്ടിലൂടെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി കാടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-15 കിലോമീറ്ററൂടെ യാത്ര ചെയ്താൽ നമുക്ക് HD കോട്ട എത്തും. HD കോട്ടയിൽ ഇഷ്ടംപോലെ ലോഡ്ജുകൾ കിട്ടും കേട്ടോ. അവിടെ ഏതെങ്കിലും ഒരു ലോഡ്ജിൽ റൂം എടുത്ത് തങ്ങി നാളെ വെളുപ്പിനെയാണ് സഫാരി ബുക്ക് ചെയ്തേക്കുന്നത്. നാളെ കബനിയിൽ 2 സഫാരി എടുത്തിട്ട് പോകാനാണ് പ്ലാൻ. രാവിലെ ഒരു 6:15 ആയതുള്ളൂ. ഫുള്ള് കോടയാണ്. അപ്പോൾ നമ്മൾ സഫാരി സെൻറ്ററിലെത്തി. 6:30 കറക്റ്റ് എടുക്കും കേട്ടോ ബസ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നിലെത്തി. ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിച്ചിട്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള ബസ് അതാ ഉണ്ടോ, കാക്കനക്കോട്ടെ സഫാരി സെൻറ്റർ. നമ്മൾ ബസ്സിൽ കയറി സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കറക്റ്റ് 6:30 തന്നെ വണ്ടി എടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ കബനി കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മാനുകളെയാണ് കേട്ടോ. ഒരുപാടുണ്ട് മാനുകളുടെ കൂട്ടം. ഇങ്ങനെ മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാനുകളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. മാനല്ല, കാട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ 6:30 കഴിഞ്ഞിട്ടും മഞ്ഞ് മാറി വരുന്നുള്ളൂ. നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കും കണ്ടോ മാനുകളെ ഒരുപാട് കണ്ടെങ്കിലും കണ്ടോ ഇതുങ്ങൾ തമ്മിലുള്ള കുത്തുകൂടുന്നു. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. കുറേ നേരം ഞങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിന്നു കേട്ടോ. കുറേ നേരം ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നിന്നു. ഒത്തിരി നേരത്തിന് ശേഷമാണ് ഇവന്മാരൊന്ന് വിട്ടുപോയത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കബനിയിൽ സഫാരി ബുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നേരിട്ടും ബുക്ക് ചെയ്യാം. പക്ഷേ അത് ഇത്തിരി റിസ്ക്കിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചിത നമ്പർ സീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫില്ലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ വരാം. അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും സേഫ്. അത് തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായെങ്കിലും മാനുകളെ അല്ലാതെ നമുക്ക് വേറെ മെയിൻ സെറ്റിങ്സ് ഒന്നും കിട്ടിയില്ലായിരുന്നേ. അപ്പോഴാണ് കാടിൻ്റെ സൈഡിൽ നിന്ന് ഇവനിറങ്ങി വരുന്നത്. എനിക്ക് എന്നെ തലയെടുപ്പം നോക്കി ഒരു ഒറ്റയാൻ അടിപൊളിയായിരുന്നു. കുറേ നേരം നമുക്ക് സൈഡിൽ കൂടെ നടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ ക്രോസ് ചെയ്തും വണ്ടിയുടെ നേരെ പോസ് ചെയ്തൊക്കെ തന്നു കേട്ടോ. ഇഷ്ടം പോലെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഇഷ്ടം പോലെ അവസരം. എന്നെ തലയെടുപ്പം നോക്കി നല്ല സൂപ്പർ ഒരു കമ്പനി. കബനിയിലൊരു പ്രത്യേകത, ഇവിടെ എവിടെയെങ്കിലും ഒരു മേജർ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് കടുവയോ പുലിയോ കരടിയോ അങ്ങനെ ആനയോ അങ്ങനത്തെ എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അന്നേരം ബാക്കിയുള്ള വണ്ടിക്കാരുമൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിനകത്തോടെ ഒരുപാട് വണ്ടി നമ്മൾ ഈ പോകുന്ന സാധാരണ ഞാൻ പറഞ്ഞ ട്രിപ്പ് അല്ലാതെ ഇവിടുത്തെ റിസോർട്ടുകളൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പം അവിടുത്തെ റിസോർട്ടിൽ നിന്നുള്ള സഫാരികളാണ് ഈ ജിപ്സി ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുണ്ട്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ള വണ്ടികളും കൂടെ അന്നേരം എത്തും. അങ്ങനെ മേജർ സൈറ്റിങ്സ് എന്തെങ്കിലും കാട്ടിലുണ്ടെങ്കിൽ അത് ആർക്കും മിസ്സാവത്തില്ല. ആ സമയത്ത് സഫാരി പോകുന്ന എല്ലാവർക്കും ആ സൈറ്റിങ്സ് കിട്ടും. നടന്നു പോകുന്നതിനിടയ്ക്ക് നമ്മുടെ നേരെ തിരിഞ്ഞൊരു നിപ്പ് തന്നെ പോസ് ചെയ്താണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ആശാൻ ഇച്ചിരി കലിപ്പ് കാണിച്ചതാണ്. പുള്ളിക്ക് നമ്മൾ കുറച്ച് നേരമായിട്ട് അതിന് പാരലായിട്ട് പോകുന്നു അങ്ങ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നേരെ നോക്കി കലിപ്പിച്ചൊന്ന് നിന്നതാണ്.
ഇപ്പോൾ നാഗർഹോളയിൽ സാധാരണ നമുക്ക് കിട്ടാറുള്ള സൈറ്റിങ്സ് ആണ് ഈ ആന, അതുപോലെ കടുവ, പുലി, കരിമ്പുലിനെയൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. കരടി, അങ്ങനെ പിന്നെ റയറായിട്ട് കാണാൻ കിട്ടുന്ന കുറേ മൃഗങ്ങളെ നമുക്കിവിടെ സഫാരിക്ക് പോകുമ്പോൾ മിക്കവാറും കാണാൻ കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മുമ്പ് അവൻ പോസ് ചെയ്തൊന്നുമല്ല കലിപ്പ് കാണിച്ചത്. നമുക്ക് നടന്നു വരുന്നതിനിടയ്ക്ക് അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരൊറ്റ നോട്ടം ഒരൊറ്റ വരവാണ് വണ്ടിക്ക് നേരെ. ജസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല, ഒന്ന് പേടിപ്പിച്ചതാണ്. എനിക്ക് ഒരു പാഞ്ഞൊരു വരവ് വന്നു. തൊട്ടുപുറകിലുണ്ടായിരുന്ന ജീപ്പുകാരുടെ നേരെയും ഒരു പോക്ക് പോയായിരുന്നേ. നമുക്ക് ഇതുപോലൊരു ഭീകരം കൊമ്പൻ നമ്മുടെ വണ്ടിക്ക് നേരെ അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പേടിച്ച് വിറച്ച് പോയി. പക്ഷേ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ഇതൊരു സ്ഥിരം സംഭവമായതുകൊണ്ട് അവർക്കറിയാം അത് അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് അവർക്ക് വലിയ പേടി തോന്നിയിട്ടുണ്ടാവില്ല. അവസാനം ആന ഒടുവിൽ കാട്ടിലോട്ട് തന്നെ കയറിപ്പോയി കേട്ടോ അടുത്തിട്ട്. നമുക്ക് രാവിലത്തെ സഫാരിയിൽ കാര്യമായ സെറ്റിങ്സ് പറഞ്ഞാൽ ആ യമണ്ടൻ കൊമ്പനെ മാത്രമേ കിട്ടുള്ളൂ. കൊമ്പൻ്റെ അടിപൊളി സെറ്റിങ്സ് ആയിരുന്നെങ്കിലും മറ്റ് മൃഗങ്ങളെയൊന്നും നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റില്ല, മാനുകളല്ലാതെ. അപ്പോൾ കബനിയിൽ ഇതൊരു വളരെ റെയർ സംഭവമാണ്. കാരണം കാട്ടിൽ പോയിട്ട് ഒരുപാട് സൈറ്റിങ്സ് ഇല്ലാതെ തിരിച്ചു വരിക എന്നുള്ളത്. ഏതായാലും നമുക്ക് ഉച്ച കഴിഞ്ഞൊരു സഫാരിയും കൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ നമ്മൾ തിരിച്ചു പോകും. നമ്മൾ രാവിലത്തെ സഫാരിയൊക്കെ കഴിഞ്ഞ് അവിടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഒന്ന് പോയി കറങ്ങി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. ഇവിടുത്തെ സഫാരി 3:30-ക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കബനിൽ വരുന്നവർ മിനിമം 2 സഫാരിയെങ്കിലും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പരമാവധി സഫാരി എടുത്താൽ നമുക്ക് അത്രയും സൈറ്റിങ്സിന് സാധ്യത കൂടുതലാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഇത് ഗീവസ്, ഇത് ഷിബിന്. രണ്ടും എൻ്റെ അയൽവക്കക്കാരും അതുപോലെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരുമാണ്. അപ്പോൾ ഇവിടുത്തെ സഫാരിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിൽ 2 സ്ലോട്ടാണ് ഉള്ളത്. അപ്പം രാവിലത്തെ സ്ലോട്ട് 6:30 മുതൽ 9 മണി വരെ, അതുപോലെ വൈകിട്ടത്തെ സ്ലോട്ട് 3:30 മുതൽ 6 മണി വരെ. അപ്പോൾ വീക്ക് ഡേയ്സിൽ നമുക്ക് 2.5 മണിക്കൂറുള്ള സഫാരിയാണ് കിട്ടുന്നത്. അതേസമയം വീക്കെൻഡ് പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും രാവിലെ തന്നെ 2 സ്ലോട്ടുണ്ട്. 6 മണി മുതൽ 7:30 വരെയും 7:30 മുതൽ 9 മണി വരെ. അതുപോലെ വൈകിട്ടും 2 സ്ലോട്ടുണ്ട്. 3 മുതൽ 4:30 വരെ, 4:30 മുതൽ 6 വരെയും. അങ്ങനെ വീക്കെൻഡും പബ്ലിക് ഹോളിഡേയ്സും നമുക്ക് 1.5 മണിക്കൂർ വെച്ച് മാത്രമുള്ള സഫാരിയാണ് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം വീക്ക് ഡേയ്സ് വരാൻ ശ്രമിക്കുക. കൂടുതൽ സമയമുള്ള സഫാരി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. നമ്മുടെ ഉച്ചക്കത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്ത പാടെ തന്നെ നമ്മുടെ ഡ്രൈവർക്ക് കോൾ വന്നു. ലേക്ക് സൈഡിലായിട്ട് ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും റോഡിന് നടുക്ക് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഓൾറെഡി 2-3 വണ്ടികൾ വന്നു. അപ്പോൾ വണ്ടി തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടും റോഡിന് നടുക്ക് ഒരു കുലുക്കം ഇല്ലാതെ കിടന്നുറങ്ങുകയാണ്. വളരെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിച്ചു. വണ്ടികളൊക്കെ വന്നിട്ടും ഒരു മൈൻഡും ഇല്ലാതെ ആശാൻ റോഡിന് നടുക്കിൽ തന്നെ കിടക്കുകയാണ്. സോറി, ആശാനല്ല കേട്ടോ, ആശാത്തിയാണേ. അപ്പോൾ ഇത് ലേക്ക് ഷോർ ഫീമെയിൽ എന്നാണ് ഇതിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് അന്നേരം അറിയാൻ കഴിഞ്ഞില്ല. നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കുമാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ സൈഡിൽ എവിടെയോ കാട്ടിൽ ഉണ്ട്. 4 കുട്ടികളുണ്ട് ഇതിന്. അപ്പോൾ ആ കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികൾ വണ്ടികളൊക്കെ കണ്ട് പേടിച്ചിട്ട് കുറ്റിക്കാട്ടിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുകയാണ്. നമുക്ക് കുട്ടികളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടികളുള്ളതുകൊണ്ടാണ് അത് അവിടുന്ന് പോവാതെ റോഡിൽ തന്നെ കിടന്നത്. അപ്പം വലിയ ടൈഗറിന് അങ്ങനെ വണ്ടികളെയോ അല്ലെ കാട്ടിൽ വേറെ ഒന്നിനെയും പേടിക്കാനില്ലല്ലോ ടൈഗറിന്. ഉറക്കമാണെന്നാണ് ആദ്യം കരുതിയെങ്കിലും ഉറക്കമല്ലായിരുന്നു. റോഡിൽ വെറുതെ കിടന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ വെയിറ്റ് ചെയ്ത് കിടന്നതേ ഉള്ളൂ. എണീറ്റ് ഒന്ന് നമ്മളെയും മറ്റേ വണ്ടികളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു അവസരം തന്നിട്ട് വീണ്ടും കിടപ്പ് തുടർന്നു കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ ടൈഗർ കിടപ്പുണ്ട്. ചെറിയ മാങ്കുട്ടി അതൊന്നും അറിഞ്ഞിട്ടില്ല. അതിനടുത്തേക്കാണ് വരുന്നത്. കൂട്ടം തെറ്റി വന്നതെന്ന് തോന്നുന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല. ടൈഗർ കിടക്കുന്ന അതേ ഡയറക്ഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് ക്യാമറയൊക്കെ എടുത്ത് അലേർട്ടായി. എന്തോ റയർ സീൻ കിട്ടാൻ പോകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ ഒരാൾ ഇതൊന്നും അറിയാതെ റോഡിൽ കിടന്ന് ഉറങ്ങാണ്. കണ്ടില്ലേ, മാനിലോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ചുറ്റും കൂടിയിട്ട് ആരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെ കിടന്ന് കുത്തിമറിയാണ്. ഓൾറെഡി വയറ് നിറയെ തിന്നിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ ഒരു കാര്യങ്ങളിലും വലിയ ശ്രദ്ധയൊന്നുമില്ല. അങ്ങനെന്തോ പന്തികളുണ്ട്. നമുക്ക് ആ അതെ, പിന്നെ ഇത്രയും സഫാരി വാഹനങ്ങൾ ചുറ്റും വന്ന് നിന്നിട്ടും ഒരു മൈൻഡും ഇല്ല കേട്ടോ. നല്ല ഉറക്കം. ആൺകുട്ടിക്ക് ഏതായാലും ഈ സമയം കൊണ്ട് എന്തോ അപകടം മണത്തു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ടൈഗറിൻ്റെ കപ്സ് ഈ കുറ്റിക്കാട്ടിൽ എവിടെയോ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ അതിനെ കണ്ട് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ റോഡിൽ കിടക്കുന്ന ടൈഗറിനെ കണ്ടെന്ന് തോന്നുന്നു. എനിവേ അതേതായാലും കാട്ടിലോട്ട് ഓടി രക്ഷപ്പെട്ടു.
ഞാൻ മുന്നേ പറഞ്ഞ പോലെ കബനിയിൽ വരുന്നവരെല്ലാം തന്നെ കടുവയെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് ടൈഗർ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രൈവർമാർ ഇഷ്ടംപോലെ സമയം തരും കേട്ടോ. നമ്മൾ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ക്യാമറ താഴെ വെക്കാതെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇതൊന്ന് എണീറ്റ് നടക്കുകയോ ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഇത്ര അടുത്ത് കടുവേനെ ഇത്ര സൂം ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. എനിക്ക് ഞാൻ ഈ പഗ്മാർക്ക് പലപ്പോഴും കാട്ടിൽ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്ര ക്ലിയറായിട്ട് ഈ മാർക്ക് വീഴുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ കാല് കണ്ടപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത്, അതിൻ്റെ കൈയുടെയും കാലിൻ്റെയും പാദം. അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് ബ്ലോക്ക് പോലെയാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ചെളിയിലോ അല്ലെങ്കിൽ പൊടിയിലൊക്കെ ഇത് ചവിട്ടുമ്പോൾ അത്ര ക്ലിയറായിട്ട് തെളിഞ്ഞ് വീഴുന്നത്. അപ്പം പഗ്മാർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതിൻ്റെ കാര്യം ഇപ്പോഴല്ലേ പിടികിട്ടി. അപ്പോൾ ഈ വണ്ടികൾ മുഴുവൻ പോവാതെ കുട്ടികൾ പുറത്തിറങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ കടുവ അവിടെ നിന്ന് എഴുന്നേക്കാനും സാധ്യതയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയാണ് ടൈഗറിനെ കിട്ടുക. ഇനി സഫാരി ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ആനിമൽസിനെ കിട്ടുമെന്ന് നോക്കാം. എന്തുമാത്രം മാനുകളാണെന്ന് നോക്കി. രാവിലെ കയറിയപ്പോൾ മുതൽ മാനുകളെ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ കാട്ടിൽ ഒരിഞ്ച് സ്ഥലമില്ലാതെ എല്ലായിടത്തും മാനുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആയിരക്കണക്കിന് മാനുകളെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ മാനുണ്ട് കേട്ടോ ഈ കാട്ടിൽ. അപ്പോൾ മാനുകളെ കണ്ടാൽ നമുക്കൊരു പുത്തിരി അല്ലാതായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നത് നമ്മുടെ സഫാരി കഴിയാനായോ എന്നാണ്. ഇത് തീരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സർപ്പൻ്റ് ഈഗിൾ നോക്കി, എന്നാ വലിപ്പം നോക്കി. നമ്മൾ രാവിലത്തെ സഫാരിക്ക് പോയപ്പോൾ ഇതിനെ കണ്ടായിരുന്നു. പക്ഷേ കോടമഞ്ഞ് കാരണം നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് മ്ലാവിനെയും കിട്ടി. നമ്മൾ തേക്കടി കാടുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കിട്ടാറുള്ളതാണ് മ്ലാവ് അഥവാ സാമ്പാ ഡിയർ. പക്ഷേ ഇവിടുത്തെ കാടുകളിൽ പുള്ളിമാനാണ് കൂടുതലുള്ളത്, സ്പോട്ടഡ് ഡിയർ. ഈ പുള്ളിമാനുകൾ നമ്മുടെ തേക്കടി കാടുകളിൽ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കയറി വരുന്ന വളരെ കുറവ് എണ്ണങ്ങളേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇത്തിരി ചൂടുള്ള കാലാവസ്ഥ, ഡ്രൈ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റിയത്. അപ്പോൾ ഇവിടുത്തെ കാടുകൾ അതിന് പറ്റിയതാണ്. എന്നാൽ തേക്കടി കാടുകൾ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് മ്ലാവുകളെയാണ് കൂടുതൽ കണ്ടുവരുന്നത്, സാമ്പാ ഡിയർ. ഈ മാൻ കാറ്റഗറി അല്ലെങ്കിൽ പിന്നെ മാനുകൾ 4 ടൈപ്പോളം ഉണ്ട് നമ്മുടെ കാടുകളിൽ. അതായത് ഇപ്പോൾ കണ്ട ഈ സാമ്പാ ഡിയർ അല്ലെങ്കിൽ മ്ലാവ്, പിന്നെ നമ്മൾ ഈ കാടുകളിൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന പുള്ളിമാൻ അല്ലെങ്കിൽ സ്പോട്ടഡ് ഡിയർ, പിന്നെ വേറെ 2 ടൈപ്പും കൂടി ഉണ്ട്. അതിലൊരെണ്ണമാണ് കേഴമാൻ എന്ന് പറയും, അതിന് ബാർക്കിംഗ് ഡിയർ. അപ്പോൾ ഈ ബാർക്കിംഗ് ഡിയറും അതുപോലെ 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൂരമാനാണ്, അതായത് മൗസ് ഡിയർ എന്ന് അതിനെ പറയുന്നത്. അപ്പോൾ ഈ മൗസ് ഡിയറിനെ കാണാൻ കിട്ടാറ് വളരെ റെയറാണ്. എന്നാൽ കേഴമാനും ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ കേഴയും കൂരയൊക്കെ എല്ലാ കാടുകളിലും ഉണ്ട്. ഫുള്ള് ചവിട്ടി കലക്കിയിട്ടേക്കുന്നത് ഇത് സ്ഥിരം ആന ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കാടുകളിൽ ഇതുപോലത്തെ ഒരുപാട് കൃത്രിമവും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള കുളങ്ങളും ചെറിയ ലേക്കുകളും ഉണ്ട്. അപ്പം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇതുള്ളത് കൊണ്ട് തന്നെ വളരെ കൂടുതലാണ്. വേനൽക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാകും കേട്ടോ. അതും ഒരു കാരണമാണ് ഇവിടെ കൂടുതൽ ആനിമൽ സൈറ്റിങ്സ് കിട്ടാനുള്ളതിൻ്റെ. കണ്ടോ, നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് വീണ്ടും കിട്ടി ആനക്കൂട്ടത്തെ. ചെറിയൊരു കൂട്ടമാണ്, എനിക്ക് ഒരു കുഞ്ഞ്. അപ്പം ഒരു ചെറിയ ആന ഫാമിലി. നമ്മുടെ വണ്ടി വന്നതൊന്നും മൈൻഡ് ചെയ്യാതെ അതുങ്ങൾ കാട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഒരു സ്റ്റൈലൻ പോവാം. സൂര്യാസ്തമയം ആകാൻ പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ചപ്പിൽ ആന നടക്കുന്ന നോക്കി, അതും ആന ഫാമിലി. എന്തൊരു കിടലും ഫ്രെയിമാണെന്ന് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ആന നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്ലോ മോഷൻ ഇട്ടതാണെന്ന് തോന്നുമെങ്കിലും അതങ്ങനെയല്ല കേട്ടോ. ഇത് റിയൽ ടൈം സ്പീഡാണ്, അതങ്ങനെയാണ് നടക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. എല്ലാവരും ആനയെ ആവശ്യത്തിന് കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയേക്കാം. അപ്പോൾ ഇവിടുത്തെ സഫാരി ബുക്ക് ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞു ഓൺലൈൻ വഴിയാണെന്ന്. അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടുത്തെ സഫാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ വീക്ക് ഡേയ്സിൽ ഞാൻ പറഞ്ഞല്ലോ 2.5 മണിക്കൂറത്തെ സഫാരിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് 600 രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത്. അതുപോലെ വീക്കെൻഡിലാകുമ്പോഴത്തേക്കും 1.5 മണിക്കൂറത്തെ സഫാരി ഉള്ളൂ. അതിനനുസരിച്ച് റേറ്റും കുറവുണ്ട് കേട്ടോ. 450 രൂപയാണ് വീക്കെൻഡിലെ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിലെ റേറ്റ്. പിന്നെ ഇവിടുത്തെ റേറ്റ് സഹിക്കാൻ വയ്യാത്തത് ക്യാമറയുടെയാണ് കേട്ടോ. ക്യാമറ 250 മുതൽ 1500 രൂപ വരെ ലെൻസിനനുസരിച്ച് ക്യാമറയ്ക്ക് റേറ്റ് കൂടും. ഒരു 500 mm എബവ് ലെൻസ് ആണെങ്കിൽ 1500 രൂപ കൊടുക്കണം. അതുപോലെ വീഡിയോ ക്യാമറയ്ക്ക് 1000 രൂപ കൊടുക്കണം. സഫാരിയുടെ ഇരട്ടിയോളം ചാർജാണ് ക്യാമറയ്ക്ക് വരുന്നത്. നമ്മുടെ സഫാരി അങ്ങനെ ഏതാണ്ട് തീരാനായി. അപ്പോൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ചുറ്റുപാടുമുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും 6 മണിയോട് കൂടി ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ സഫാരി കഴിഞ്ഞ് നമ്മൾ 6 മണിക്ക് ഇവിടെ വന്നിറങ്ങി ഒരു 6-6:15 ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വേറൊരു റൂട്ടുണ്ട്. ഇവിടുന്ന് മൈസൂർ റൂട്ടിലോട്ട് കയറുകയാണെങ്കിൽ മൈസൂർ റൂട്ട് വഴി ഹുൻസൂർ ഭാഗത്ത്
ചെന്നിറങ്ങാം. എന്നിട്ട് അവിടുന്ന് പിന്നെ ഗോണിക്കുപ്പ വിരാജ്പേട്ട വഴി കണ്ണൂർ ഭാഗത്ത് ഇരിട്ടി ഭാഗത്തോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് അന്നത്തെ ദിവസം തന്നെ വേണമെങ്കിൽ പോകാൻ പറ്റും. അതല്ലെങ്കിൽ അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലത്തെ സഫാരി എടുത്തിട്ട് ഉച്ചയ്ക്ക് വേണമെങ്കിലും ഇറങ്ങാം. അപ്പോൾ കിടിലൻ സഫാരി ആയിരുന്നു. നമുക്ക് ഒരുപാട് സൈറ്റിങ്സ് കിട്ടി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സഫാരി വീഡിയോസ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ട്രക്കിംഗ്, ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഫേസ്ബുക്ക് പേജിൽ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. ഡോട്ട് ഗ്രീൻ തന്നെയാണ് അതിൻ്റെ പേര്. അതുപോലെ ഇൻസ്റ്റാ അക്കൗണ്ട് ഡോട്ട് ഗ്രീൻ ചാനൽ എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.